അപ്പോൾ ഈ സഖാവ് EMS നമ്പൂതിരിപ്പാട് ഇങ്ങനെ നോക്കിയപ്പം വഴിയരിയിൽ നിന്നുകൊണ്ട് ഒരു ഉപദേശി സുവിശേഷം പ്രസംഗിക്കുന്നു, പരസ്യയോഗത്തിന് പ്രസംഗിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെ ഒരാളും മൈൻഡ് ചെയ്യുകയില്ല. അങ്ങനെയാണ് ഞാൻ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം പറയുന്നത് അവരെ ഉപദേശിമാർ പോലും മൈൻഡ് ചെയ്യുന്നില്ലെന്നാണ്. അവരെ ആളുകൾ രണ്ട് രീതിയിലാണ് പ്രതികരണം. ഒന്ന്, പുച്ഛിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പുച്ഛം എന്ന വാക്കിനേക്കാൾ നല്ലത് സുകുമാർ അഴീക്കോട് സാറ് പറഞ്ഞ വാക്കാണ് പുണ്യം. അതാണ് കുറച്ചുകൂടെ നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വഴിയരികെ, ഞാനൊക്കെ കവലപ്രസംഗനായിരുന്നു കേട്ടോ, അങ്ങനെ ഈ രംഗത്തേക്കൊക്കെ വന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം അവരുടെ ഫുട്പാത്തല്ലേ, അപ്പോൾ ആളുകളിങ്ങനെ അടുത്തൂടെ പോകുമ്പം ഒന്ന് നോക്കിച്ചു പോകും ഇങ്ങനെ. അതിൻ്റെ പേരാണ് പുച്ഛം. പിന്നെ ഒരു 10-20 മീറ്റർ ദൂരെ നിന്നിങ്ങനെ നോക്കി നിൽക്കും. ഊളൻ, വട്ടൻ, പ്രാന്തൻ, വേറെ പണിയൊന്നുമില്ല, നട്ടപ്പുറ വെയിലത്ത്. ആ നോട്ടത്തിൻ്റെ പേരാണ് പുണ്യം കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ അവർ തന്നെയല്ല, നാട്ടുകാരൊക്കെ ഇപ്പം നമ്മുടെ ആളുകളും അതിനെയൊക്കെ പുച്ഛിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ ഞാൻ ഈ മൈക്കിൽ കൂടെ കിട്ടാവുന്ന ശബ്ദത്തിൽ ഉറക്കെ പറയുന്നു എൻ്റെ പ്രതികരണം. ഇവിടുത്തെ ലോകമറിയപ്പെടുന്ന കൃപാവരപ്രാപ്തന്മാരോ അല്ലാത്ത പ്രശസ്തരായ ഏത് പാസ്റ്റർമാരെക്കാൾ ഒരു പടി മുമ്പിലാണ് കവലയിൽ പ്രസംഗിക്കുന്ന ഉപദേശി. അതിനി ആരും പട്ടമൊന്നും ചാർത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഉറക്കെ തന്നെ പറയുകയാണ്, നിങ്ങൾ ആരൊക്കെ വിമർശിച്ചാലും കവലയിൽ പ്രസംഗിക്കുന്ന ഉപദേശിയുടെ അത്രയും വരികയില്ല ഇവിടുത്തെ ഒരു പ്രശസ്തരും. സ്തോത്രം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഖാവ് EMS നമ്പൂതിരിപ്പാടിനെ കണ്ടു. പുള്ളി നോക്കിയപ്പോൾ ആരും കേൾക്കുന്നില്ല, പക്ഷേ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഒരു വയസ്സായ മനുഷ്യൻ. അങ്ങേരെ ആരാധനം പുള്ളിക്കറിയത്തില്ല, നമുക്കറിയാം ഇല്ലേ? നമ്മളാണീ പറയും ചോരയെങ്കിൽ ചോര കൊടുത്ത വിപ്ലവത്തെ പാലൂട്ടി വളർത്തുവാൻ എണാങ്കണത്തിൻ്റെ വീതിയിലിറങ്ങി ചെമ്പടയുടെ സമർത്ഥനായ സാരഥി എന്നൊക്കെ നമ്മൾ പറയും. പുള്ളിക്കൊന്നും അറിയത്തില്ല, ഒരു മനുഷ്യൻ. അപ്പോൾ ഒരാളെ കിട്ടിയെന്നുള്ള സന്തോഷത്തിൽ പുള്ളി തകർത്ത് സുവിശേഷം പറഞ്ഞു. ഞങ്ങളൊക്കെ അങ്ങനെ ബസ്സിനകത്ത് ബസ് വന്ന് നിൽക്കുമ്പം അവരോട് പറയാൻ 5-6 വാക്കുണ്ട്. അവർ പോയി കഴിയുമ്പോൾ പിന്നെ കുത്തിയിരിക്കുന്നതോട് പറയാം, ബാക്കി പറയും. അങ്ങനെ. അപ്പോൾ ഇതൊക്കെ അത് ശ്രദ്ധിച്ചു, തകർത്ത് പ്രസംഗിച്ചു. ജാഥയുടെ കുരുക്കഴിഞ്ഞു, ജാഥ മുന്നോട്ട് പോയി. അടുത്ത മാസത്തെ ചിന്ത എന്ന് പറയുന്ന വാരികയിൽ സഖാവ് EMS നമ്പൂതിരിപ്പാടിൻ്റെ വക സുന്ദരമായ, ഞങ്ങൾക്കൊക്കെ പ്രസംഗിക്കാൻ തങ്കൽവികളിൽ ആലേഖനം ചെയ്യപ്പെട്ട ചരിത്രത്തിൻ്റെ തങ്കത്താളുകൾ എഴുതി ചേർക്കപ്പെട്ട ഒരു വചനം പുറത്തു വന്നു, ഒരു വാചകം. ക്രിസ്തു എന്നത് സത്യമത്രേ, സങ്കല്പമത്രേ എന്ന് തിട്ടമായി പറയുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അങ്ങേർക്ക്. പക്ഷെ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു. എന്താണാവോ? ഞങ്ങൾക്കൊക്കെ ആവേശകരമായി സംസാരിക്കണമെങ്കിൽ കാൽനട പ്രചരണ ജാഥ കവലയിൽ അവസാനിക്കണം. പഞ്ചായത്ത് മെമ്പർ മുതൽ ഹാരാർപ്പണങ്ങൾ അധികമായി നടത്തണം. ഒടുവിൽ അതെല്ലാം കൂടെ ഞങ്ങൾ വാരി വെച്ചിട്ടും ഞങ്ങളുടെ പേര് വിളിക്കുമ്പോൾ അണിയൽ എന്താ പറയുക, ഇൻകുലാബ് സിന്ദാബാദിൻ്റെ വിളികൾ ദിഗന്ധങ്ങൾ ഭേദിക്കുമാറ് ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തോടെ പറയുമ്പോഴാണ് അല്പം വിക്കുള്ള എനിക്ക് പോലും അനർഗളമായി സംസാരിക്കുവാൻ ഇടവരുന്നതും ഞരമ്പുകളിൽ ആവേശമുണ്ടാകുന്നതും. എന്നാൽ ഒരാൾ പോലും കേൾക്കാനില്ലാതിരുന്നിട്ടും കേൾക്കുന്നവർ കാണുന്നവർ പുച്ഛിച്ചു കൊണ്ടുപോയിട്ടും നട്ടപ്ര വെയിലത്തൊരു ഉപദേശി യേശുവിനെ ഇത്ര തൻ്റെ ഇടത്തോടെ പ്രസംഗിക്കണമെങ്കിൽ ക്രിസ്തു ഉണ്ടോ ഇതെനിക്കറിയില്ല, പക്ഷെ അയാളുടെ ഉള്ളിൽ ഊറി ഉറച്ച ഒരു സത്യമില്ലെങ്കിൽ ഇത്ര ഉറക്കെ പറയാൻ തൻ്റെ ഇടമുണ്ടാകത്തില്ല. അതുകൊണ്ട് ഏത് നേതാവിരുന്നാലും ഏതാളിരുന്നാലും അവിടെ എല്ലാം ഞങ്ങൾ നെഞ്ചും നെറ്റിയും വിരിച്ച് ധൈര്യത്തോടെ ഞങ്ങൾ പറയാൻ കാരണം യേശുവിന് പകരം വെക്കാൻ മറ്റൊരു രക്ഷിതാവ് ലോകത്തിൽ ഇല്ലെന്നുള്ളതാണ്. അതുകൊണ്ട് ഉറക്കെ പറയും ചില കാര്യങ്ങളൊക്കെ, ഉപദേശങ്ങളൊക്കെ അവരെക്കുറിച്ച് ഉറക്കെയൊക്കെ പറഞ്ഞു നിന്നിരിക്കും അല്ലേ. എല്ലാവർക്കും ബഹുമാനപ്പെട്ട ഭരണാധികാരികൾ ഇവിടെ വന്ന് നമുക്ക് ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ട്. നല്ല കാര്യമാണ്. ഞങ്ങളും നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഇല്ലേ പിറകിലുണ്ടല്ലോ, എല്ലാ കാര്യങ്ങൾക്കും ആശംസകൾ അറിയിക്കുന്നു. ഞങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങളും പറയുകയാണ്, ഭരണമെന്ന വാക്കിന് കടത്ത് എന്നാണ്. കടത്തെന്ന് പറയുമ്പോൾ ഇക്കരെ നിൽക്കുന്നവനെ അക്കരയ്ക്ക് കടത്തുക എന്നുള്ളതാണ്. എന്തിക്കരെ നിൽക്കുന്നവനെ
വീടില്ലാത്തവന് വീടുണ്ടാക്കി കൊടുക്കുക, ആരോഗ്യമില്ലാത്തവന് മരുന്ന് കൊടുക്കുക, കാശില്ലാത്തവന് പെൻഷൻ കൊടുക്കുക. അതിൻ്റെ പേരെ ഈ കടത്തെന്ന് പറയുന്നു. നമ്മൾ പിന്നെ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഖജനാവിൽ നിന്ന് വീട്ടിലോട്ട് കടത്തുന്ന കടത്താണ്. അതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാരൊക്കെ രംഗത്ത് വരുമ്പോൾ സുസ്ഥിരമായ ഭരണം കാഴ്ചവെച്ചില്ലെങ്കിൽ പോലും സാമാന്യം ഭേദപ്പെട്ട ഭരണം കാഴ്ചവെക്കുവാൻ സിസ്റ്റർ അടക്കം എല്ലാ ഭരണാധികാരികളും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ തിരിച്ചും ആശംസിക്കുകയാണ്. നമുക്ക് ഈ വചനത്തിലേക്ക് വരാം. ഞാൻ പ്രത്യക്ഷതകൾ എന്ന ഭാഗമാണ് പ്രസംഗിക്കുന്നത്. പ്രത്യക്ഷതകൾ, പറൂസിയ എന്ന വാക്കാണ് ഔദ്യോഗിക പ്രത്യക്ഷതയ്ക്ക് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അല്ലാത്ത ഒത്തിരി പ്രത്യക്ഷതകളുണ്ട്. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക്, ഒടുവിൽ അകാല പ്രജ പോലെയുള്ള പൗലോസിനൊക്കെ പ്രത്യക്ഷനായ ഒരുപാട് കാര്യം. യേശുക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യക്ഷതകൾ 3 മുഖവരകൾ വരുന്നു. 1, 2000 വർഷങ്ങൾക്ക് മുൻപ് വേഷത്തിൽ മനുഷ്യനായ യേശുക്രിസ്തു ലോകത്തിൽ പ്രത്യക്ഷനായി. 2, 33.5 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവ് സ്വർഗത്തിൽ പ്രത്യക്ഷനായി. 3, ഇനിയും കർത്താവ് വീണ്ടും ലോകത്തിലേക്ക് പ്രത്യക്ഷനാകും. അതുകൂടാതെ 2 പ്രത്യക്ഷതയും കൂടിയുണ്ട്. രഹസ്യ വരവിൻ്റെ തൊട്ടടുത്ത പരസ്യ പ്രത്യക്ഷതയും സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് വരുന്ന പ്രത്യക്ഷതയും 5 കാണും. ഔദ്യോഗികമായിട്ട് ഈ 3 ഈ 3 പ്രത്യക്ഷതകൾ എന്തിനാണെന്ന് ചോദിച്ചാൽ 3 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്തിനാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്? 3 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്തിനാണ് കർത്താവ് സ്വർഗത്തിൽ പോയത്? 3 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്തിനാണ് കർത്താവ് വീണ്ടും ഭൂമിയിലേക്ക് വരുന്നത്? 3 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. 9 കാര്യം പെട്ടെന്ന് പറയാം. എന്തിനാണ് കർത്താവ് ലോകത്തിൽ വന്നത്? 3 കൂട്ടം കാര്യങ്ങൾ. 1, യേശുക്രിസ്തു ലോകത്തിലേക്ക് വരണമെന്ന് 300-ലേറെ പ്രവചനങ്ങളുണ്ടായിരുന്നു. ആ പ്രവചനങ്ങൾ നിവർത്തീകരിക്കുവാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. 2, മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ സമ്പൂർണമായി പരിഹരിക്കാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. 3, പിശാചിൻ്റെ തലയെ തകർക്കുവാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. അതിനാണ് എല്ലാവരും സ്വന്തം പറഞ്ഞത്. കാരണം പുള്ളിക്കാരനുമായിട്ടാണ് കൂടുതൽ ബന്ധമെന്ന് എനിക്ക് തോന്നുന്നു. ആട്ടെ, ഇനി 2ാമത്തെ പ്രത്യക്ഷത സ്വർഗത്തിലാണ്. അതെന്താ പറയാൻ കാര്യം? അങ്ങനെ ഒരു പ്രത്യക്ഷതയുണ്ടോ? ഉണ്ടല്ലോ. എബ്രായ ലേഖനം 9:24 വായിക്കേണ്ട. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി, കണ്ടോ, നമുക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് അത്ര ദൈവസന്നിധിയിലാണ് പ്രത്യക്ഷനാണ്. അപ്പോൾ കർത്താവ് സ്വർഗത്തിൽ പോയതുകൊണ്ട് നമുക്കെന്തോ കിട്ടുന്നു? 3 കാര്യങ്ങൾ. 1, വിശ്വസിക്കുന്നവർക്ക് അവന് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. 2, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്നു. 3, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്നു. സ്വത്രം പറ. ഈ 2 നിലയുള്ള ഒരു സ്വത്രം പറയത്തില്ല. അതൊക്കെ ഞാൻ സമ്മതിച്ചു. പിന്നെ നിങ്ങൾ സ്റ്റേജിൽ നോക്കും. സ്റ്റേജിൽ നോക്കുമ്പോൾ ദാണ്ട് ഇഷ്ടംപോലെ ഭാഷമാർ പാടത്തെ വെള്ളക്കൊക്കെ ഇരിക്കുന്ന പോലെ എൻ്റെ പുറകെ ഇഷ്ടംപോലെ ഭാഷമാർ, ഞാനടക്കം വെള്ളയിട്ടിരിക്കുക. നിങ്ങൾ അവരെ നോക്കുന്നത്. അവർ മറ്റേം പറഞ്ഞത് നിങ്ങൾ നോക്കിയിരിക്കേണ്ട. അവർ ചിലപ്പോൾ ഒരു അക്ഷരം മിണ്ടിയെന്ന് വരികയില്ല. പിന്നെ സെൻട്രൽ പാഷന്മാരെ കായിക ചിലപ്പോൾ ഒട്ടും പറയത്തില്ല. അവർക്ക് ഈ 2 പാഷന്മാരൊന്നും അങ്ങനെയല്ലെന്നാണ് എൻ്റെ വിചാരം. സ്വത്രം. ഞാൻ ഖത്തറിൽ ചെന്നപ്പോൾ ഒരു അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പാസ്സായിരുന്നു. അപ്പം നിങ്ങൾ നോക്കുന്നത് ഇവർ സ്വത്രം പറയുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ ഞങ്ങളും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എൻ്റെ പിറകിരിക്കുന്ന ദൈവദാസന്മാരെ സ്വത്രം പറഞ്ഞ് എനിക്കൊരു പ്രോത്സാഹനം തരണം. ഇല്ലേലും ഞാൻ പ്രസംഗിക്കും, എന്നാലും അങ്ങ് പറയുക സ്വത്രം. അപ്പോൾ അവിടെ ഒരു വീട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. 3ാമത് യേശു ലോകത്തിലേക്ക് വരും 3 കാര്യങ്ങൾക്ക് വേണ്ടി. 300 പ്രവചനം 1ാമത്തെ വരവിന്, 625 പ്രവചനം 2ാമത്തെ വരവിന്. അത് നിവർത്തിക്കാനാണ് വരുന്നത്. 2, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കും. 3, ഈ ലോകത്തിൻ്റെ ഭരണം. സിസ്റ്റർ വിഷമിക്കേണ്ട, കുറച്ച് നാളുകളൊക്കെ അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആത്യന്തികമായി ഞങ്ങളുടെ യേശു ഭരിക്കും. ഒറ്റ പ്രതിപക്ഷം പോലുമില്ലാതെ 5 കൊല്ലമല്ല, 1000 വർഷം ഭരിക്കുവാൻ വരുന്ന ഏക ചക്രാധിപതിയും ദൈവാദി ദൈവവും രാജാതി രാജാവുമായ യേശുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ അവതരിപ്പിക്കുന്ന 1ാമത്തെ പ്രത്യക്ഷതയാണ്. അത് തന്നെ സമയം കിട്ടുമെന്ന് അറിയത്തില്ല. എനിക്ക് 7:30 സമയം തരും. 9 മണിക്ക് നിർത്തണം. 1.5 മണിക്കൂർ കൂടി വന്നൊരു 15 മിനിറ്റോടെ എടുത്തോളാൻ പറഞ്ഞാണ് എന്നെ വിട്ടത്. ഇവിടെ വന്നപ്പോൾ 7:45 കഴിഞ്ഞ് 8 മണി ആകാറായി. അതിൻ്റെ ഒരു വിഷമം മുനിസിപ്പാസൊക്കെ ഉണ്ട്. വിഷമിക്കണ്ട, എൻ്റെ കയ്യിൽ നിന്ന് പോയത് ഞാനങ്ങ് എടുത്തോളാം. അപ്പം ആ പ്രശ്നം തീർന്നില്ലേ?
നിങ്ങൾ എന്തിനാ വിഷമിക്കണേ? ഇല്ലേ പാസ്റ്റേ? പിന്നെ അല്ല, എൻ്റെ പാസ്റ്റ് അതിന് സർവ്വ പിന്തുണയാ. എന്നോട് പറഞ്ഞ 1.5 മണിക്കൂറിൽ കുറച്ച് പ്രസംഗിച്ചാൽ എന്താ പറഞ്ഞാൽ വിട്ടിരിക്കുന്നത്. സ്വോത്രം. ഞാനിപ്പോൾ അങ്ങനെ, കാരണം നമ്മൾ ഈ പറയുന്നിടത്തൊന്നും സംഗതി വഞ്ചി കിട്ടുന്നില്ല. നമ്മൾ ഒരു തെറ്റായ വാക്കും പറയും, സമയം മുന്നോട്ട് പോയി. എവിടെ മുന്നോട്ട് പോയി? എൻ്റെ അറിവിൽ ഇന്ന് വരെ വാച്ച് മുന്നോട്ട് ഓടിയിട്ടില്ല, കൃത്യമായിട്ടേ ഓടത്തുള്ളൂ. ആര് പിറകോട്ട് പോയി? നമ്മൾ. ആ കുറ്റം പോലും ഇതുവരെ സമ്മതിച്ചിട്ടില്ല. സമയം ചുമ്മാ ഇരിക്കുന്ന വാച്ചിനാ കുഴപ്പം, നമ്മൾ പുറകോട്ട് പോയി എന്ന് പറഞ്ഞ് പഠിക്കാദ്യം. സ്വോത്രം. ചിലപ്പോൾ അറിയാതെ ഞാനും പറഞ്ഞു, കാരണം പറഞ്ഞു അതാ ശീലം, അതാ കുഴപ്പം. അപ്പൊ യേശു ഒന്നാമത് ലോകത്തിൽ വന്നുകൊണ്ട് എന്തോ കിട്ടി? 3 കാര്യങ്ങൾ. പ്രവചനങ്ങൾ നിവർത്തീകരിക്കപ്പെട്ടു, മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾ സമ്പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടു, പിശാചിന്റെ തലയെ തകർത്തു. വേറെ കാര്യങ്ങളൊന്നുമില്ലേ പക്ഷേ? ഒന്നുമില്ല. അപ്പോൾ രോഗികളെ വിടുവിക്കാൻ അതൊക്കെ പുറകെ നടന്ന കാര്യമാണെന്ന്. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പിന് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ സുവിശേഷ പ്രസംഗമല്ല. മരിച്ചവർ ഉയർക്കുന്നു, മുടന്തര് നടക്കുന്നൊക്കെ പറഞ്ഞാണ്. നമ്മുടെ സുവിശേഷ യോഗത്തിൻ്റെ പേര് തന്നെ മാറ്റിയിട്ടുണ്ട്, മഹോത്സവം അല്ലേ, ഫയർ, പിന്നെ ഡുനാമിസ്. സുവിശേഷ യോഗത്തിൻ്റെ പേരുകളായി പറഞ്ഞ. ഇനി എന്തൊക്കെ വരുമെന്ന് ആർക്കറിയാം? പല പല പേരുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈ യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ 3 കുരുടന്മാരെ വിടുവിച്ചിട്ടുള്ളൂ. 3 മരിച്ചവരെ ഉയർപ്പിച്ചു. വേറെ ആരും ചത്തിട്ടില്ല. ഇഷ്ടം പോലെ മരിച്ചു കാണുമെന്ന്. അതിനൊന്നും അല്ലെന്ന് യേശു വന്നത്. ഞാനിങ്ങോട്ട് വന്നപ്പോൾ ദാണ്ട ഈ വേലുകാവൊക്കെ വന്നപ്പോൾ ചായക്കടയൊക്കെ അന്വേഷിച്ചു. എല്ലാ സ്ഥലത്തെല്ലാം ഒരു 4 മണിക്കൊരു ചായയും പഴംപൊരിയും ബോണ്ടയൊക്കെ തിന്നുന്ന പണിയുണ്ട്. അന്വേഷിച്ചപ്പോൾ ഒരു കടയില്ല. എനിക്ക് മനസ്സിലായി ദൈവം ഇവിടെ കരുതി. വന്നപ്പോഴേ ചായയും ബോണ്ടയും തന്നു, പഴംപൊരിയും തന്നു. അപ്പം ഞാൻ അവിടെ മേലുകാവ് മറ്റത്ത് നിന്നുകൊണ്ട് ചായയും ഒരു ബോണ്ടയും കഴിക്കും. നിങ്ങൾ കണ്ടെന്നിരിക്കട്ടെ. ഉടനെ നിങ്ങളിൽ ഒരാൾ മോൻസിഫ് പാസ്റ്റർ എൻ്റെ നാട്ടിലോട്ട് അങ്കമാലിക്ക് വിളിച്ചു പറയുക, അല്ലെങ്കിൽ താൻ്റെ ബിജു ജോസഫ് പാസ്റ്റർ അങ്കമാലിക്ക് വിളിച്ചു പറയാം, എന്നാ വിശേഷം, സ്വകാര്യം. നമ്മുടെ ജോയി പാറയ്ക്കൽ പാസ്റ്റർ മേലുകാവിൽ ചായയും ബോണ്ടയും തിന്നാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ശരിയോ തെറ്റോ? ശരിയാണ്, കാരണം ഞാൻ തിന്നത് പുള്ളി കണ്ടതല്ലേ. അതിനകത്തെന്താണ് മാറ്റം? പിന്നെ തെറ്റെന്താണ്? അത് തിന്നാനാണോ ഞാൻ ഇവിടെ വന്നത്? അതാണ് എൻ്റെ തെറ്റെന്ന് പറയുന്നത്. ഞാൻ അവിടെ നിന്ന് ഇവിടെ വരാൻ 10,000-2,000 രൂപയുടെ പെട്രോൾ അടിക്കണം. ആ 2,000 രൂപയ്ക്ക് അങ്കമാലി വന്ന് 10 കിലോ മോട്ട മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഓരോന്ന് ആഴ്ച തോറുന്ന് ഫ്രിഡ്ജിൽ നിന്ന് തിന്നത്തൊന്നുകൂടെ. ഞാൻ വന്നത് ബോണ്ട തിന്നാനല്ലെന്ന്, ഇവിടെ പ്രസംഗിക്കാനാണെന്ന്. വന്നപ്പോൾ ആ കാര്യം ചെയ്തതാണെന്ന്. അതുകൊണ്ട് രോഗസൗഖ്യവും വിടുതലും ഒക്കെ സെക്കൻഡറിയാണ്. ഒന്നാമത്തെ കാര്യം പാപശമ്പള മരണം നരക ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കാനാണ് യേശു വന്നത്. അത് കുറച്ചുള്ള ഒരു സുവിശേഷ പ്രസംഗവും സുവിശേഷ പ്രസംഗമല്ലെന്നേ. അതൊക്കെ മറിച്ചിട്ട സുവിശേഷമാണ്, വേറെ സുവിശേഷമാണ്, വിപരീത സുവിശേഷമാണ്. നാട്ടിലൊക്കെ ചിലപ്പോൾ 4-5 ഏക്കറൊക്കെ ഉള്ള ആളുകൾ കാണും അല്ലേ. ഇപ്പം തെങ്ങ്, കവുങ്ങ് ഒക്കെ. ഈ തെങ്ങിനൊക്കെ തടമെടുക്കുമ്പം അല്ലേ ഉപയോഗിച്ചാൽ ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. ഇടയ്ക്കൊരു സ്വോത്രമൊക്കെ പറയാനുള്ളത്. ഇടയ്ക്ക് തെങ്ങിനൊക്കെ തടമെടുക്കുമ്പോൾ ആ മൺകൂനയ്ക്ക് ആ തടമെടുക്കുന്നതിനകത്ത് ഒരു ചെറിയ മഞ്ഞൾ അല്ലേ, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കാന്താരി ഒക്കെ നട്ടിട്ടില്ലേ. 5ൻ്റെ മോട്ടർ വെച്ച് നനയ്ക്കുക. വെള്ളം തളം കെട്ടി നിൽക്കുമ്പോൾ കാന്താരി പറയുക, ഈ ഉടമസ്ഥന് എന്നെ നനയ്ക്കാനാണ് 5ൻ്റെ ബോണോബിളൊക്കെ പമ്പ് സെറ്റ് മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ മണ്ടൻ, നിന്നെ നനയ്ക്കാനല്ലെന്ന്. തെങ്ങ് ആ കൂടെ നീ നനഞ്ഞതേ ഉള്ളെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ സംബന്ധിച്ച് രോഗം മാറിയാലും ഇല്ലേലും, അമേരിക്കയിൽ പോയാലും ഇല്ലേലും, വീട് കിട്ടിയാലും ഇല്ലേലും, ഞങ്ങൾക്ക് തരാനുള്ളതിൽ വെച്ച് ഏറ്റവും വലുതവൻ തന്നു കഴിഞ്ഞു. അതവന്റെ ജീവനാണ്. ഞങ്ങൾക്ക് കൊടുക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും വലുത് കൊടുത്തു കഴിഞ്ഞു. ശേഷിക്കുന്ന ജീവിതമാണ്. നമ്പർ 1, യേശു ലോകത്തിൽ വന്നത് പ്രവചനങ്ങൾ നിവർത്തീകരിക്കുവാനാണ്. ഇത് ആരോടാ പറഞ്ഞ പ്രവചനം നിവർത്തീകരിച്ചു? സ്വർഗത്തോട് പറഞ്ഞു, പിതാവേ പ്രവചനങ്ങൾ നിവർത്തീകരിച്ചു. പാപങ്ങൾ പരിഹരിക്കാനാണ്. ഭൂമിയിലുള്ള മനുഷ്യരോട് പറഞ്ഞു, മനുഷ്യവർഗമേ നിങ്ങളുടെ പാപങ്ങൾ പരിഹരിച്ചിരിക്കുന്നു. അധോ ലോകത്തിലേക്ക്, മുംബൈയിലുള്ള മാഫിയ സംഘമല്ല, ഭൂമിയെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 35 കിലോമീറ്റർ ക്രസ്റ്റാണ്, 2870 കിലോമീറ്റർ മാൻഡിലാണ്.
ഒന്നാമത്തെ ഭാഗത്തിനും രണ്ടാമത്തെ ഭാഗത്തിനും ഇടയിലുള്ള ഒരു സ്ഥലം, അതാണ് ഒന്നാം പാതാളം, മരിച്ചവരുടെ ആത്മാക്കൾ പോകുന്ന സ്ഥലം. അങ്ങോട്ട് നോക്കിയിട്ട് മരണാധികാരിയായ പിശാചിൻ്റെ മുഖത്തൊക്കെ യേശുക്രിസ്തു പറഞ്ഞു, മരണാധികാരി ഞാൻ പിടിച്ചെടുത്തിരിക്കുന്നു. അപ്പം ഈ നിവൃത്തിയായി എന്ന് പറഞ്ഞത് പരാജയപ്പെട്ടവൻ്റെ ദീനരോധനമല്ല, മറിച്ച് 3 ലോകത്തോട് വിളിച്ചു പറഞ്ഞ വിജയഭേരിയുടെ ശബ്ദമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ യേശു പറഞ്ഞത് 3 ലോകത്തിൻ്റെയും ദൈവമാണെന്നേ യേശു. അതല്ലേ സ്വർലോകരുടെയും പറഞ്ഞേ ഭൂലോകരുടെയും. അടുത്തത് ഞങ്ങളുടെ ഈ സ്തോത്രത്തിന് ഈ ഗൗരവം ഒച്ചയും കൂടുന്ന കാര്യം എന്നാണെന്നറിയാമോ? ഇരിക്കുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ചല്ല ഞങ്ങൾ സ്തോത്രം പറയുന്നത്. എഴുന്നള്ളി വന്നിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തിനനുസരിച്ചാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. 3/4 ചക്രത്തിന് വിലയില്ലാത്ത മരമുട്ടി കൊണ്ട് തീർത്ത് 3-4 പേർ മുക്കുപണ്ടങ്ങൾ കൊണ്ട് അണിയിച്ചൊരുക്കി മുക്കിയും മൂളിയും ഏതെങ്കിലും മൂലക്കിരുത്തുന്ന ഒരു കുട്ടി ദൈവത്തിന്റെ മുൻപിലല്ല ഇന്ന് രാത്രി ഞങ്ങൾ ഇരിക്കുന്നത്. 3 ലോകവും മുഴങ്ങാൻ മടക്കുവാൻ യോഗ്യമായ നാമമുണ്ടെങ്കിൽ ഇരുകരവും ഒന്ന് ചേർത്തടിച്ച് ആവേശത്തോടെ പറയട്ടെ, യേശുവിന് പകരം വെക്കാൻ മറ്റൊരു ദൈവമില്ല ലോകത്തിൽ. പ്രവചനങ്ങൾ നിവൃത്തിയായി. എന്താ പ്രവചനം നിവൃത്തിയായി? എബ്രായ ലേഖനം പാസ്റ്റല്ലേ വായിക്കുന്നത്? എബ്രായ ലേഖനം 1:1 വായിച്ചോ. പാസ്റ്റർ വായിക്കുന്നുണ്ടെങ്കിലും നിങ്ങളിവിടെ നോക്കിക്കോ, കാരണം തെറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതെന്റെ ശബ്ദം തന്നെയാണ് കേട്ടോ, മയക്കിന്റെ കുഴപ്പമല്ല, നല്ല ഒന്നാമത് ശബ്ദം. ദൈവം പണ്ട് ഭാഗം, ആ വാക്കൊക്കെ നമ്മൾ കേട്ടത് ഭാഗോടുമ്പടി ചെയ്യുമ്പോഴാണ്. പിന്നെ ഇപ്പോഴാണ് കേൾക്കുന്നത്. ദൈവം പണ്ട് പിന്നെ വിവിധമായി എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാം. ഒന്ന് വ്യാഖ്യാനിച്ചോട്ടെ, ഒന്ന് നിൽക്കണേ. ദൈവം പണ്ടെന്ന് പറഞ്ഞാൽ എന്തുവാ? പഴയ നിയമത്തിൽ. അവിടെ യേശുക്രിസ്തു ഭാഗം എന്ന് പറഞ്ഞാൽ എന്തുവാ? പഴയ നിയമത്തിൽ യേശു ഉണ്ടെന്നാ. ഇപ്പോൾ കുറേ കൊല്ലങ്ങളായിട്ട് ആളുകൾ പറയുന്ന പഴയമ നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഈ സങ്കീർത്തന വായനയൊക്കെ നിർത്തി, അല്ലെങ്കിലും നിർത്തുക നല്ലത്. ഒന്നാമത്തെ പുസ്തകം നടുഭാഗം ഉന്തി നിൽക്കുക. എന്നാ കാര്യം? വായിച്ച് ഇങ്ങനെ നിൽക്കുക. പിന്നെ മുഷിഞ്ഞിരിക്കുന്നു. പിന്നെ ആളുകൾക്ക് മൊത്തം സന്തോഷിപ്പിച്ച വാക്ക് എവിടാ? നിങ്ങൾ ആവശ്യമില്ല. ഈ ഉപദേശിമാരുടെ ഉപജീവന മാർഗമാണത്. അതിൽ കയറി കൈവെക്കരുത്. ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഞങ്ങളതുള്ളത് കൊണ്ടാണ് ഒരു 10-25-50 വാക്യമുണ്ട്. ആ വാക്യം ആവർത്തിച്ച് പറഞ്ഞ് ഞങ്ങൾ അവസാനം പറയും, ഈ വാക്യ ഈ സംഗീതത്തിൽ ധാരാളം കാര്യങ്ങളുണ്ട്, പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പം അത് കയറി നിങ്ങൾ കൈവെക്കരുത്. നിങ്ങൾ വല്ല ശക്രിയ പ്രവചനോ ഒക്കെ എടുത്തുകൊണ്ട് വരണം കേട്ടോ. അപ്പം സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിൽ എന്നെക്കുറിച്ച് യേശു പറഞ്ഞതാ. പുതിയ നിയമം അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ 42 തലമുറയാണ്. അപ്പോൾ പഴയമത്തിൽ ആരുണ്ട്? യേശു ഉണ്ട്. എന്നിട്ട് കുറച്ച് പേര് പറയാം പഴയമത്തിൽ നമുക്ക് പഴയമൊന്നും ആവശ്യമില്ല. അത് പിന്നെ പോട്ടെ എന്നൊന്നും വെക്കുന്നില്ല. ഒരു 5-6 കൊല്ലം മുമ്പ് വേറൊരു മഹാൻ പറയാണ്, പഴയ നിയമം വേണ്ട എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, വേദപുസ്തക ഭാഷയാണ്, പുതിയ നിയമവും നമുക്ക് ആവശ്യമില്ല. എൻ്റെ തെളിവ് നടത്താൻ ഭയങ്കര ചില മിടുക്കർ. അയ്യോ, തെളിവൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പെട്ടുപോകും. തെളിവൊക്കെ ഭയങ്കര തെളിവുകളാണ്. എന്താ പറയുകയാണ്, അപ്പോസ്തലിക സഭയാണ് നമ്മൾ. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ബൈബിൾ ഉണ്ടായിരുന്നില്ല. പാപം ചെയ്തിട്ട് വന്ന അനന്യാസിനെയും സഫീറയെയും ദൈവാത്മാവ് വെളിപ്പെടുത്തിയപ്പോൾ ചോദിച്ചു, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? ബൈബിളൊക്കെ മാറ്റി എൻ്റെ ആവശ്യമില്ല. നമുക്ക് വെളിപ്പാടും ദർശനമുള്ള സഭയായിട്ട് മാറണം. ഇത് പറഞ്ഞപ്പോൾ കുറച്ച് പേര് ആത്മാവിലായി എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. ഇത് കേട്ട ഒരാൾ എന്നോട് ചോദിച്ചു, പാസ്റ്റർ എന്തോ പറയുന്നു? എന്തോന്നു? അല്ല, അങ്ങേര് പറഞ്ഞല്ലോ പഴയ ആവശ്യമില്ല പുതിയ ആവശ്യമില്ല എന്ന്. ഞാൻ പറഞ്ഞു, അങ്ങേരെ നമുക്ക് ആവശ്യമില്ല. നിങ്ങൾ കുറച്ച് പേരിങ്ങനെ തോളച്ചുകൊണ്ട് നടക്കുന്നല്ലാതെ എത്ര കൊടി കെട്ടിയ പ്രസംഗനാന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ളതല്ല പറയുന്നതെങ്കിൽ അതിനോട് നോ പറയാനുള്ള പരിജ്ഞാനവും വചനത്തിന്റെ ജ്ഞാനവും ദൈവമക്കൾ പ്രാപിച്ചിരിക്കണമെന്ന്. വലിയ ആളുകൾ വലിയ മണ്ടത്തരേ പറയുള്ളൂ, അതറിയാമോ? ചെറിയ മണ്ടത്തരം പറയുകയില്ല.
നമ്മളൊക്കെ ചെറുതേ പറയുള്ളൂ. അപ്പൊ ദൈവം പണ്ട് എവിടാ പടയമത്തിൽ ക്രിസ്തു? ഈ ഉപദേശിമാരുടെ, ഞാനൊക്കെ പഴയ ഉപദേശിമാരുടെ പുറകെ നടന്ന ഉപദേശിപ്പണി പഠിച്ചത് കേട്ടോ. അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ അതേ ഗുണമുള്ളൂ. അതാ വേറെ കാര്യം. നമ്മൾ ഈ കിളിയായി നടന്ന ഡ്രൈവറായാൽ വണ്ടി വഴി കിടക്കുകയില്ല. എന്താ കാര്യം? ബോണറ്റ് പൊക്കി ഏതെങ്കിലുമൊക്കെ വയറ് തമ്മിൽ കടിച്ച് പൊട്ടിച്ച് കുത്തിവയ്പ്പിച്ച് പത്രക്കാരോട് തള്ളി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകും. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിച്ചാൽ വണ്ടി കിടയിൽ അവിടെ കിടക്കും. കാരണം ബോണറ്റ് പൊക്കുന്ന സ്വിച്ച് പോലും എവിടാന്ന് ഇതുവരെ. ഇവൻ ഈ സാധനം മാത്രമല്ല, ക്ലച്ചും ബ്രേക്ക് അയാളുടെ കാലയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്തെല്ലാം ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാലും BTHും BD ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും തീപ്പെട്ടി ഉണ്ടാക്കണമെങ്കിൽ BD ഉണ്ടായാൽ മാത്രം മതിയോ? ഒരു തീപ്പെട്ടിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഏതേലും ഉപദേശിമാരുടെ പുറകെ നടന്നത് പഠിക്കണം. ചിലപ്പോൾ ഒരു ഇറിറ്റേഷനൊക്കെ തോന്നിയേക്കാം. കാരണം BTHും BD MD ഒക്കെ എടുത്ത് വെളിപ്പാട് ദിവസം പ്രസംഗിക്കാൻ അങ്ങോട്ട് ഇറങ്ങി വരുന്ന ആദ്യം തന്നെ നിങ്ങൾക്ക് വിഷമം തോന്നിയേക്കാം. പക്ഷെ ഉപദേശിമാരുടെ പുറകെ നടന്ന് പഠിച്ചവൻ്റെ ഗുണം വേറെയാണ്. അപ്പം ഞാനങ്ങനെ ഉപദേശിമാരുടെ പുറകെ നടന്ന് പഠിച്ചത്. അപ്പോൾ ഈ ഉപദേശിമാരുടെ ഉദാഹരണങ്ങൾ നല്ല കിടുക്കാച്ചി സാധനമാണ്. നമ്മൾ 1 മണിക്കൂർ പ്രസംഗിക്കുന്ന നേരം കൊണ്ട് ഒരു ഉദാഹരണം അവരുടെ കാര്യം പറഞ്ഞു കഴിയും. അപ്പോൾ അവരുടെ 2 ഉദാഹരണം ഈ പ്രസംഗത്തിലെടുത്ത് വീശുക. ഒന്നാമത്തെ ഉദാഹരണം, നമ്മൾ ഇവിടുത്തെ മുനിസിപ്പൽ പാസ്റ്റർ ഈ വീട് വിട്ട് കുറച്ച് നാളത്തേക്ക് വിദേശത്ത് പോകാമെന്നിരിക്കട്ടെ. പോയിട്ടുണ്ടോ? ആ പോട്ടെ, ഇതൊക്കെ ഒരു ദൂതായിട്ടൊക്കെ ഏറ്റവും ഇതിലൊക്കെ സ്വോത്രം പറയണ്ടായോ? അപ്പോൾ പോന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ ഭാഷയൊക്കെ വേറെ ഭാഷമാരൊക്കെ വെക്കുമായിരിക്കും. സ്വന്തം വീട്ടിലെ കാര്യം പറഞ്ഞ് ലൈനൊക്കെ ഓഫ് ചെയ്ത് അതിനെ പോവുക. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ആദ്യം എന്ത് ചെയ്തു? മെയിൻ സ്വിച്ച് ഓൺ ചെയ്തു. 35 മീറ്ററിൽ കൂടുതൽ വരുന്ന സർവീസ് വയറിൽ കൂടെ കറണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നു. ശ്രദ്ധിച്ചോളൂ, കറണ്ട് വന്നു എന്നേ ഉള്ളൂ, അല്ലാതെ എല്ലാ മുറിയിൽ ലൈറ്റ് തെളിഞ്ഞു എന്നല്ല അതിനർത്ഥം. ബെഡ്റൂമിൽ, കിച്ചണിൽ, ടോയ്ലറ്റിൽ, വിസിറ്റിംഗ് റൂമിൽ, ഡൈനിങ് ഹാളിലൊക്കെ അതാത് സ്ഥലത്ത് ബൾബ് തെളിയണമെങ്കിൽ അതാത് സ്ഥലത്തുള്ള സ്വിച്ച് അമർത്തണം. അല്ലാണ്ട് ഒറ്റ സ്വിച്ചാൽ എല്ലാം കൂടെ കത്തുന്ന കൺവെൻഷനാണ്. ഉണ്ടോ? ഇതിപ്പോൾ ഇങ്ങോട്ട് അത് പറഞ്ഞ് ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ അവർ പറയും, സാറേ അത് ഓഫ് ചെയ്ത് എല്ലാം കൂടെ കിട്ടുമെന്ന് പറയും. അതാ കൺവെൻഷനാണ്, അതിൻ്റെ രീതിയാണ്. വീട്ടിലങ്ങനെയാണോ? ഇതുപോലെ പഴയമത്തിലെ 39 പുസ്തകത്തിലും ക്രിസ്തു ഉണ്ട്. സ്വിച്ച് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനുള്ള വിഷമം കൊണ്ടാണ് പഴയമത്തിൽ യേശുവില്ല എന്ന് പറയുന്നത്. അതിനെ കുറച്ച് പണിയെടുക്കണം. ഇന്നിപ്പോൾ പണിയെടുക്കുന്നവരുണ്ടോ? പണ്ടൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഇപ്പം തിരിച്ചിട്ടു, ഞാൻ കമ്പ്യൂട്ടറിൽ നിന്ന് പ്രാപിക്കുകയും വാട്സാപ്പിൽ കൂടെ നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്ത്. എന്തെന്നാൽ ഈ പ്രശ്നം കുത്തിയിരിക്കുക. ആ സ്വിച്ച് പറഞ്ഞപ്പോഴേ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന് ഒന്നും എടുക്കണ്ട, 15, 16, 17 വന്നിങ്ങനെ അങ്ങോട്ട് ഞെക്കണം. അപ്പോൾ ഒരു ബൾബ് തെളിയും. ബൾബിൻ്റെ പേര് സ്ത്രീയുടെ സന്തതി. എന്നാ നല്ല ബൾബാ അല്ലേ? പുറപ്പാട് പുസ്തകം 12-ാമത്തെ 4-ാമത്തെ വാക്യത്തിൽ ഞെക്കുമ്പം ഒരു ഹാലജൻ ബൾബ് തെളിയും. പെസഹ കുഞ്ഞാട്. സംഖ്യാപുസ്തകത്തിൽ അടിക്കപ്പെട്ട പാറ. ലേവ്യ പുസ്തകത്തിൽ കൺവെൻഷൻ്റെ വിളക്ക് പോലെ 7 യാഗങ്ങളാണ്. 5 ഉള്ളൂ. ചുവന്ന പശുക്കിടാവിൻ്റെ യാഗവും കരപൂരണ യാഗമടക്കം 7 യാഗങ്ങളുടെ പൊരുളാണ്. ആവർത്തന പുസ്തകത്തിൽ വരുവാനുള്ള പ്രവാചകൻ. യോശുവയുടെ പുസ്തകത്തിൽ സർവ്വസൈന്യാധിപൻ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 18 എന്ന് പറഞ്ഞാൽ ശമൂവേലും ഏലിയും യോവേലും അബിയാവും അടക്കം ചേർത്താൽ 18. ന്യായാധിപന്മാർക്ക് മീതെ ന്യായപാലനം ചെയ്യുന്ന ന്യായകർത്താവ്. 1-2 ശമൂവേലിൽ പ്രവാചക വരേണ്യൻ. 1-2 രാജാക്കന്മാരിൽ 41 രാജാക്കന്മാർക്ക് മീതെ രാജ്യം ഭരിക്കുന്ന രാജാതി രാജാവ്. 1-2 ദിനവൃത്താന്തങ്ങളിൽ കർത്താതി കർത്താവ്. രൂത്തിൽ അവൻ വീണ്ടെടുപ്പുകാരനായ ബോവസായിട്ടും എസ്തേറിൽ ഒരു മധ്യസ്ഥൻ്റെ രൂപത്തിലും നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ രാഷ്ട്രത്തിൻ്റെ പുനഃസ്ഥാപകനായിട്ടും സങ്കീർത്തനങ്ങളിൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കഷ്ടപ്പെടുന്ന മശിഹയായിട്ടും സങ്കീർത്തനങ്ങളിൽ ആടുകളുടെ വലിയ ഇടയനായിട്ടും സദൃശവാക്യത്തിൽ സർവജ്ഞാനിയായിട്ടും സഭാപ്രസംഗിയിൽ സകലവും നിയന്ത്രിക്കുന്നവനായിട്ടും ഉത്തമഗീതത്തിൽ സഭയുടെ മണവാളനും പ്രിയനും തോഴനും കാന്തനുമായിട്ടും യെശയ്യാവ്, ഇരമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ 4 വലിയ പ്രവാചകന്മാരും ശേഷിക്കുന്ന 12 ചെറിയ പ്രവാചകന്മാരും അടങ്ങുന്ന 16 പ്രവാചകന്മാരുടെ വിലാപങ്ങളുടെ പുസ്തകം അടക്കമുള്ള 17 പ്രവചന ഗ്രന്ഥങ്ങളിൽ അവൻ യഹൂദ ജാതിയുടെ ചിരകാല പ്രതീക്ഷിത മശിഹയായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിൽ രാജാവ്, മർക്കോസിൽ
ദാസൻ ലൂക്കോസിൽ മനുഷ്യപുത്രൻ, യോഹന്നാനിൽ ദൈവത്തിൻ്റെ പുത്രൻ, പ്രവർത്തന പുസ്തകത്തിൽ ചരിത്രത്തിൻ്റെ നെടുന്തൂണ്, ലേഖനങ്ങളിൽ സഭയുടെ ഭാവി പ്രത്യാശ. കൈയടക്കത്തോടെ നമ്മളിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിനകത്ത് ചുമ്മാതല്ല, 7 പൊൻ നിലവിളക്കുകൾക്ക് നടുവിൽ, നമ്മുടെ നടുവിൽ മാറത്ത പൊൻകച്ച കെട്ടിയവനായി നടക്കുന്ന കർത്താവ്. അതാണ് വെളിപ്പാടിൽ കുഞ്ഞാടറക്കപ്പെട്ടതുപോലെ ബാക്കി നിൽക്കുന്നത്. ഒരാടും അറക്കപ്പെട്ട ശേഷം നിന്നിട്ടില്ല, കിടന്ന് പിടച്ചിട്ടേ ഉള്ളൂ. എന്നാൽ മരണത്തെ ജയിച്ച് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരൊറ്റ കുഞ്ഞാടുണ്ടെങ്കിൽ അത് ഞങ്ങൾ അവതരിപ്പിക്കുന്ന യേശുക്രിസ്തുവാണെന്ന്. അതുകൊണ്ട് മനോരമയിലും മാധ്യമത്തിലും മംഗളത്തിലും മാതൃഭൂമിയിലൊക്കെ വന്ന പൊന്നമ്മ സൂപ്രണ്ടിനെയോ കുഞ്ചുകുറുപ്പിനെയോ ഫലിത ബന്ധുക്കളോ അവതരിപ്പിക്കാനല്ല ഞങ്ങൾ പന്തലിട്ടിരിക്കുന്നത്. 40-ാമത്തെ സങ്കീർത്തനത്തിനകത്തും എബ്രായ ലേഖനത്തിലും പറഞ്ഞിട്ടുണ്ട്, ഇതാ പുസ്തകത്തിന്റെ ചുരുളുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എഴുതപ്പെട്ടത് കൊണ്ട് ലോകത്തിൽ വന്നൊരു ചരിത്ര പുരുഷൻ ഉണ്ടെങ്കിൽ, മാനവലോകം കാത്തിരുന്ന ഒരു രക്ഷിതാവ് ഉണ്ടെങ്കിൽ, ആ രക്ഷിതാവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ജാതി മത വർഗ വർണ്ണ കുലീന കുലഹീന ആര്യ ചണ്ടാല ശക ദാസ ബർബരാദി വൈകൃതങ്ങൾ ഭേദമന്യേ ലക്ഷപ്രഭുവിനും ലക്ഷം വീട്ടിൽ താമസിക്കുന്നവനും കോടീശ്വരനും ഒരു ഓണക്കോടി വാങ്ങുവാൻ പണമില്ലാത്തവനും കറുത്തവനും വെളുത്തവനും, അർത്ഥാൽ ആഫ്രിക്കക്കാരനും അമേരിക്കക്കാരനും, മുതലാളിക്കും തൊഴിലാളിക്കും അടിമയ്ക്കും ഉടമയ്ക്കും സ്ഥലകുല വ്യത്യാസമില്ലാതെ ലോകത്തിൽ ഒരു ദൈവമുണ്ടെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്ന ആ യേശുക്രിസ്തുവാണെന്ന് ഞാൻ പറയുമ്പോൾ ആവേശത്തോടെ പ്രതികരിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു മക്കളെ. യേശു വന്നു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം വല്ലതും പിടികിട്ടിയോ? ഇപ്പം ചില ആളുകൾക്ക് എല്ലാ കൊല്ലവും യേശു വരും, അതാ പ്രശ്നം. ഡിസംബർ മാസത്തിൽ യേശു വരും. യേശു വരുന്നു നമ്മുടെ വീട്ടിൽ വന്ന് പറയുകയും ചെയ്യും, ദാവീദിന്റെ പട്ടണത്തിൽ യേശു നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു, ഡും ഡും ഡും. പിന്നെ കാശ് കൊടുക്കണം പോണെങ്കിൽ. ഞങ്ങൾ കാശ് നിങ്ങൾ വായോ കേട്ടു പോവും കേട്ടോ. ഈ യേശുവിനെ ഒന്നുകൂടെ അവതരിപ്പിച്ചാൽ, ഈ കടലാസ് വിളക്കിൽ ഡിസംബർ 25 ജനിക്കുന്ന, ഏപ്രിൽ 2-ാമത്തെ ആഴ്ചയിൽ സിമെന്റും കമ്പിയും കൂടെ കൂട്ടിക്കുറച്ച നിങ്ങളുടെ കോൺക്രീറ്റിൻ്റെ കുരിശിൽ മരിക്കുന്ന ഒരു യേശുവിനെയല്ല ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതൊക്കെ പഴയ കഥ. ഞാൻ ചോദിക്കട്ടെ, ഒരാളുടെ ജീവചരിത്രം ഞാൻ 2 പുസ്തകം എഴുതിയിട്ടുണ്ട്. 2-ാമത്തെ ദിവസം അവിടേക്ക് ഒരാളുടെ ജീവചരിത്രം എഴുതിയാൽ ജനനവും മരണവും എഴുതത്തില്ലയോ? ജനനവും മരണവും എഴുതാതെ എന്ത് ജീവചരിത്രം? പക്ഷെ യേശുവിൻ്റെ കൂടെ നടന്നവർ എഴുതിയിട്ടും, കണ്ടു കേട്ടവർ എഴുതിയിട്ടും, കോടിക്കണക്കിന് ആളുകൾ എഴുതിയിട്ടും, ശാസ്ത്രവിശാരദന്മാരും പണ്ഡിത പടുക്കളും പുസ്തകം ചമച്ചിട്ടും ആ 2 ഡേറ്റ് പുസ്തകത്തിലില്ല. ഏത്? ജനിച്ച ഡേറ്റുമില്ല, മരിച്ച തീയതിയുമില്ല. എന്തുകൊണ്ട്? ഇത് ആഘോഷിക്കപ്പെടുന്നതിനേക്കാൾ അനുഭവിക്കേണ്ട ഒന്നാണ് ക്രിസ്തുവിന്റെ ജനനവും മരണവും. അതുകൊണ്ട് കാലത്തിലും വർഷത്തിലും ഒരിക്കൽ നിങ്ങൾ അനുഭവിക്കുമ്പോൾ എല്ലാ ദിവസവും അത് അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് സ്നേഹിത, ആന്റെ മകരമാസത്തെ മാമരം കോച്ച് തണുപ്പിൽ യേശുക്രിസ്തുവിനെ മുറ്റത്തൊരു പുൽക്കൂട്ടിൽ കിടത്തിയേക്കുക. വസ്ത്രം പോലും വളരെ കുറവാണ്. ഉണ്ണിയേശുവാണ് ഒന്നാമത്. യേശു ഇതുവരെ LKG പോലും പോയിട്ടില്ല. യേശു എപ്പോഴും ഉണ്ണിയേശുവാണ്. അല്ലെന്ന്, യേശു വളർന്നെന്ന്, വലുതായെന്ന്. അതുകൊണ്ട് യേശുവിനെ മുറ്റത്ത് കിടത്തുന്നവരെ, നിങ്ങൾ എന്നിട്ട് എവിടാ കിടക്കുന്നേ? വീട്ടിനകത്ത് AC റൂമിനകത്ത് കമ്പിളിപ്പുതപ്പ് പുതച്ച് ഇന്ന് രാത്രി സ്നേഹത്തോടെ പറയുകയാണ്, 4 മുറിയും നടുമുറ്റവും AC-യും തന്ന ദൈവത്തെ ഇനിയെങ്കിലും മുറ്റത്ത് കിടത്താതെ നിന്റെ വീട്ടിനകത്തോട്ടൊന്ന് കേട്ട്, ഹൃദയത്തിനകത്തോട്ടൊന്ന് കേട്ട്, ഈ രാത്രി യേശു അകത്ത് വാഴുന്നവർ, ഇതിനകത്ത് ജനിച്ചവരുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളിനി ആരെയും പ്രതീക്ഷിക്കുന്നില്ല. വരാനുള്ളവൻ വന്നു കഴിഞ്ഞു. ദൈവം പണ്ട് ഭാഗമായി, അടുത്തെന്തുവാ? വിവിധമായി. അതെന്തുവാ? വിവിധ സ്റ്റൈലിൽ. അതാ വിവിധ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ യേശു സ്റ്റൈൽ മന്നനൊന്നുമല്ല, പക്ഷേ വന്നപ്പോൾ പല രീതിയിൽ വന്നെന്ന് മാത്രം. അതും ഞാൻ ഉദാഹരണത്തിൽ പറഞ്ഞ ആ ഭാഗം പെട്ടെന്ന് നമുക്ക് മറികടക്കാം. യേശു വിവിധ രീതിയിൽ വരുന്ന കണ്ടോളാം. ഉദാഹരണം പറയുകയാണ് കേട്ടോ, ശ്രദ്ധിച്ചു. ഈ മരിച്ചവരുടെ ആത്മാക്കൾ പോയിരുന്ന സ്ഥലം ഏതാണെന്ന് പറഞ്ഞ 1-ാം
പാതാളം. ഇത് ഒന്നാം പാതാളമാണെന്ന് വിചാരിക്കുക. എന്തുവാ ഇത്? ഇപ്പം നമ്മൾ ഒന്നാം വിചാരിക്കുക. ചിലരുടെ ഇരിപ്പ് കണ്ടാൽ അങ്ങനെ പറയാനും പറ്റും. ഇങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്നൊരു കുലുക്കം, എന്തോ പൊട്ടിത്തകരുന്ന പോലെ പാതാളത്തിൻ്റെ പൂട്ടുകൾ തുറന്നുപോയി. നടുക്ക് ഒരുവൻ പ്രത്യക്ഷപ്പെട്ടു. തേജസ് വാരി ചുറ്റിയതുപോലെ ആഴത്തിൻ്റെ ആഴങ്ങൾ തോറ്റുപോകുന്ന മിഴിച്ചപ്പുകളും തോളറ്റം കിടക്കുന്ന ചുരുണ്ട മുടിയും നീണ്ടു നിവർന്ന നാസികയും എന്നോ ഭംഗിയ. യേശു നടുക്ക് പ്രത്യക്ഷപ്പെട്ടപ്പം സകല ആളുകളും ചാടി എഴുന്നേറ്റു. എഴുന്നേക്കും. ആരാ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുള്ളത്? ഒന്നാമത്തെ മനുഷ്യൻ ആദാം. അദ്ദേഹമാണ് അവിടുത്തെ ചെയർപേഴ്സൺ, നമ്മുടെ അധ്യക്ഷരിക്കുന്ന പോലെ. അപ്പോൾ അദ്ദേഹത്തിന് എഴുന്നേക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒന്നാമത്തെ ആളാണ്. ഇവിടെ ആര് വന്ന് എനിക്കെന്താണ്? എനിക്ക് ശേഷമല്ലേ ആളിനുണ്ടായിട്ടുള്ളൂ. വൈസ് പ്രസിഡൻ്റ് ആരായിരിക്കും? വിശ്വാസികളുടെ പിതാവായ അവർ രണ്ടുപേരും അങ്ങനെ കാര്യമായിട്ട് എഴുന്നേക്കാൻ അനുമാനമാണ്, ഭാവനയാണ്, ഇമാജിൻ ചെയ്ത കാര്യമാണ്. പുസ്തകത്തിലൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി എഴുന്നേറ്റ് ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പം യേശു പതിയെ ആദാമിൻ്റെ അടുത്തോട്ട് ചെല്ലുന്ന രംഗം ഞാൻ ഭാവന കാണുകയാണ്. നിങ്ങൾക്കും ഭാവന കാണാം കേട്ടോ. യേശു അടുത്തോട്ട് ചെല്ലും തോറും ആദാമിന് ഇരിപ്പ് ഉറയ്ക്കുന്നില്ല. എന്നാലും പുള്ളി കസേരന്ന് പിടിവിട്ടിട്ടില്ല. എനിക്ക് ഈ മലയാളിയുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട് പുള്ളിക്ക്. എന്നെ കസേരയെന്ന് വിടുകയില്ല. അപ്പോൾ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അറിയാതെ എഴുന്നേറ്റു. രണ്ട് യുഗപ്രഭാവ പുരുഷന്മാരുടെ അപൂർവ സംഗമ വേദിക്ക് നമ്മൾ സാക്ഷിയാകുകയാണ്. മൗനം ഭഞ്ജിച്ചുകൊണ്ട് യേശു ചോദിച്ചു, അറിയാമോ? ആദാം പറഞ്ഞു, കണ്ട ഓർമ്മ ഇല്ല. കാരണം എല്ലാവരും ജനിച്ചപ്പോൾ പുള്ളിക്കറിയാം. കണ്ട ഓർമ്മ ഇല്ല. യേശു പറഞ്ഞു, എനിക്കറിയാം. എങ്ങനെ അറിയാം? നന്നായിട്ടറിയാം. എനിക്ക് 930, ഇങ്ങർക്ക് 33. എങ്ങനെ അറിയും? അത് 4000 കൊല്ലം കഴിഞ്ഞ് എങ്ങനെ അറിയും? യേശു പറഞ്ഞു, താങ്കൾ പണ്ട് ഏതൻ തോട്ടത്തിലായിരുന്നല്ലോ. ആയിരുന്നു. ദൈവത്തിൻ്റെ കൂടെയൊക്കെ നടക്കുമായിരുന്നല്ലോ. ഞാനേ നടന്നിട്ടുള്ളൂ, വേറെ ആരും നടന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ പാപം ചെയ്തതും അത്തിയില കൊണ്ടുള്ള ഉടുപ്പുണ്ടാക്കി തുന്നി മരത്തിൻ്റെ മറവിലേക്ക് പോയതും വെയിലറിയപ്പോൾ അത് ചുരുങ്ങി ഇപ്പോഴത്തെ പിള്ളേരുടെ പാൻറ്റിൻ്റെ മൂട് പോലെ ആയതും പിന്നെ തിരിച്ച് വിളിച്ചപ്പം ആകപ്പാടെ നാണം കെട്ട് വന്നതും ഓർമ്മയുണ്ടോ? ഇത്ര കൃത്യമായിട്ട് പറയാൻ ആരാ 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 ആരാ? അതെ, ഈ താങ്കളുടെ ആ അത്തിയിലുള്ള ഉടുപ്പ് അങ്ങോട്ട് മാറ്റി ഒരു തോല് കൊണ്ട് ഉടുപ്പുണ്ടാക്കി. ശരിയാന്നോ? ഒന്ന് ഭാവന കണ്ടു നോക്ക്. അവിടെ വേദപുസ്തകത്തിൽ ദൈവശാസ്ത്രത്തിൽ മൃഗമറക്കപ്പെട്ടു എന്നൊരു പദമില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്താണ്? മൃഗമില്ലാതെയും ദൈവത്തിന് തോലൊക്കെ ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. എന്നാലും മനുഷ്യർക്ക് മനസ്സിലാക്കുന്ന ഭാഷയെ പറഞ്ഞാൽ മൃഗം യാഗമാകാതെ തോലുണ്ടാകുമോ? അച്ഛാ, താങ്കളുടെ തോലേതാ? ആ മൃഗമേതാ? ആദാം പറഞ്ഞു, ഞാനത് അന്വേഷിച്ച് നടക്കുക മോനെ. എൻ്റെ നഗ്നത മറയ്ക്കാൻ അന്ന് ഞാൻ പോലും അറിയാതെ മറവിടങ്ങളിൽ യാഗമായി തീർന്ന ആ മൃഗമേതാ? ഞെട്ടിത്തരിച്ചു നിൽക്കുമ്പോൾ വെട്ടിത്തിരിഞ്ഞ് അവിടെ സ്തംഭിച്ച് നിൽക്കട്ടെ. അടുത്ത വൈസ് പ്രസിഡന്റ് അടുത്തോട്ട് ഒരു 50 വാര വന്നപ്പോഴേ അബ്രഹാം പറഞ്ഞു, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. എന്ത് മനസ്സിലായി? അന്ന് മോറിയ മലയിൽ ഞാൻ കത്തിയെടുക്കുന്ന സമയത്ത് അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കൊമ്പ് കാട്ടിൽ കുരുങ്ങി കിടന്ന ആ കോലാട്ട് കൊച്ചനല്ലേ ഈ നിൽക്കുന്നത്? 100 മാർക്ക്. യെശയ്യാവിൻ്റെയും ന്യായാധിപന്മാരുടെയും ഒക്കെ അടുക്കൽ ചെന്ന് ഓരോന്നിങ്ങനെ പറഞ്ഞു വന്നപ്പോ ചാടി യോഹന്നാൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഒരു പുള്ളിയെ കണ്ടെച്ചാ വന്നേന്ന്? ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പിന്നെ 3 ദിവസം അവിടെ എന്തായിരുന്നു നമ്മൾ ചിന്തിച്ചാൽ മതി. വിടുതൽ മഹോത്സവത്തിന്റെ പൂരമായിരുന്നു. സ്തോത്രം സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ മറവിടങ്ങളിൽ ആ യാഗമായി തീർന്ന കുഞ്ഞാടായിട്ടും ഉയർന്നു പോകുന്ന പെട്ടകമായിട്ടും
മോറിയാമലയിലെ കുഞ്ഞാടായിട്ടും അവൻ വെളിപ്പെട്ടെങ്കിൽ 2000 വർഷം മുൻപ് പെസഹ കുഞ്ഞാടായി യാഗമായി തീർന്ന ശേഷം ഇന്നവൻ അങ്ങനെ സാദൃശ്യങ്ങൾ കൂടെ വെളിപ്പെടുന്നില്ല. ഇന്ന് വെളിപ്പെടുന്ന വചനത്തിൽ കൂടെയാണ്, ഇന്ന് വെളിപ്പെടുന്ന സുവിശേഷ പ്രസംഗത്തിൽ കൂടെയാണ്. അതുകൊണ്ട് മേലുകാവ് മറ്റും ദേശനിവാസികളെ, യേശുവിനെ അവതരിപ്പിക്കുവാൻ വേറെ മാർഗമില്ല. സുവിശേഷമല്ലാതെ മറ്റൊരു മാധ്യമം ദൈവം അനുവദിച്ചിട്ടില്ല. ഇത് തിരിച്ചറിയണം. ദൈവം പണ്ട് ഭാഗമായും വിവിധമായിട്ടും. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി യേശു പറഞ്ഞു, പ്രവചനങ്ങൾ നിവർത്തിയായി. കരങ്ങൾ ഉയർത്തൊരു സ്തോത്രം പറഞ്ഞാട്ട്. രണ്ടാമത്തെ ചിന്ത, മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ സമ്പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടു. അത് നമ്മളോട് പറയുന്ന കേട്ടോ, നമ്മുടെ നാട്ടുകാരോട് പറയുന്നത് ശ്രദ്ധിച്ചോളേ. പഴയ നിയമത്തിൽ പാപപരിഹാരം ഉണ്ടായിരുന്നു, പക്ഷെ എന്തല്ല, സമ്പൂർണമല്ല. തന്നെയല്ല, ആളുകൾക്ക് അത് പാപബോധവുമില്ല. പക്ഷേ എബ്രായർ 10:1 ഒന്ന് വായിച്ചോളൂ. എബ്രായർ 10:1. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. സുന്ദരമായ വാക്യം. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലാത്തത് കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്ത് വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. എന്തെങ്കിലും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല ആദ്യം. അതുകൊണ്ട് ഒന്ന് വ്യാഖ്യാനിച്ചു പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം. പാപപരിഹാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? ന്യായമായ പ്രമാണം, പഴയ നിയമം. വരുവാനുള്ള നന്മയുടെ, അതാരാ? ക്രിസ്തു. നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? അപ്പോൾ ഓക്കെ, ന്യായപ്രമാണം പഴയ, വരാനുള്ള നന്മ പുതിയ നിയമം. ഈ പുതിയ നിയമത്തിൻ്റെ നിഴലായിരുന്നു പഴയ നിയമം, അല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ല അത്. നിഴലിൻ്റെ പ്രത്യേകത എന്താ? ഉടമസ്ഥനില്ലെങ്കിൽ പിന്നെ നിഴലില്ല. അല്ലോ, അത്യുന്നതിൻ്റെ മറവാണ് നമ്മൾ രക്ഷിച്ചത്. അല്ലാണ്ട് നമ്മൾ കോവിഡ് വന്നപ്പോൾ നമ്മൾ മാസ്ക് ഇട്ടു, റൂട്ട് മാപ്പ് അന്വേഷിച്ചു, ഒക്കെ ചെയ്തു. പിന്നെന്താ സാനിറ്റൈസർ. എൻ്റെ പൊന്നച്ച, എൻ്റെ രണ്ടാമത്തെ മകളുടെ കല്യാണം കോവിഡ് സമയത്താണ്. ആളുകളെ കൂട്ടാൻ നിർവാഹമില്ല. ഞാൻ പകലൊരു 300 പേര് നമ്മളെ ബന്ധുക്കൂസുകാരെ വിളിച്ചു, രാത്രി നാട്ടുകാരെയും വിളിച്ചു. രണ്ട് ഗ്രൂപ്പായിട്ടാണ് നടത്തിയത്, ആളുകളെ എണ്ണം ശരിയാക്കാൻ വേണ്ടി. രസകരമായ കാര്യം കേൾക്കണം. പകൽ വന്നത് മൊത്തം ബന്ധുക്കൂസുകാരാണ്. ഞാൻ കുറേ സാനിറ്റൈസറിൻ്റെ കുപ്പിയും മേടിച്ച് വെച്ചു. എല്ലാവരും ഇങ്ങനെ അടിക്കുന്ന കണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ ഒറ്റ കുപ്പി കാണാനില്ല. കിട്ടിയവൻ കാരണത്ത് ഇട്ടുകൊണ്ട് പോയി. ഏതായാലും വൈകുന്നേരം നാട്ടുകാർക്ക് രക്ഷിക്കപ്പെടാത്തവർക്ക് അവർക്ക് വേണ്ടി പിന്നെ രണ്ടാമത് പോയി കുപ്പി മേടിച്ചു. പക്ഷേ അവർ വന്നു, അവരും അടിക്കുന്ന കണ്ടായിരുന്നു. പക്ഷേ എല്ലാ കുപ്പിയും ബാലൻസ് അവിടെ ഉണ്ട്. ആരാ നന്നാകേണ്ടതെന്ന് മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പക്കരാകണം. ഇതൊക്കെ ധരിച്ചത് കൊണ്ടാണോ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത്? ആണോ? അതൊന്നും അല്ലെന്ന്. പിന്നെ എന്തുവാ? അത്യുന്നതൻ്റെ സർവശക്തൻ്റെ മറവിനും നിഴലിനും നമ്മളെ സൂക്ഷിക്കാൻ കഴിയുമോ? പിന്നെന്താ സംശയം? ഒരു AK-47 തുളച്ച് കയറത്തില്ല ഈ ചിറകിൻ്റെ അടിയിൽ കൂടെ. നടുക്കെട്ട് കെട്ടിയത് കൊണ്ടോ, കാലിൽ ചെരുപ്പിട്ടത് കൊണ്ടോ, വടി പിടിച്ച് തിന്നത് കൊണ്ടോ, തിടുക്കത്തിൽ തിന്നത് കൊണ്ടോ, പുളിപ്പില്ലാത്ത അപ്പമായത് കൊണ്ടോ അല്ല നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്. മറിച്ച് ഉറയിൽ കിടന്ന വാൾ ഊരാതിരുന്നതിൻ്റെ കാരണം ദൂതൻ നോക്കിയപ്പോൾ കുഞ്ഞാട് രക്തം കട്ടളക്കാരന്മേൽ പുരട്ടിയിരിക്കുന്നു. സാനിറ്റൈസർ അല്ല, മാസ്ക് അല്ല നിന്നെവിടെ ഇരുത്തിയിരിക്കുന്ന, മറിച്ച് ഈ ദൈവത്തിന്റെ കുഞ്ഞാട് രക്തമാണെന്ന് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ അവരെ ഓർത്താണ് ദൈവത്തെ സ്തുതിക്കുന്നത്. അപ്പൊ ഇത് നിഴലാണച്ച, പൊരുളല്ല അതിന്റെ ദോഷം. അതുകൊണ്ട് അടുത്ത് വരുന്നവർക്ക് സൽഗുണപൂർത്തി ഒരു നാളും. യേശു പറഞ്ഞു, എൻ്റെ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്ന പോലെ നിങ്ങൾ സൽഗുണപൂർണ്ണനാകുവീൻ. അപ്പം കാര്യം പിടികിട്ടിയോ? ഒന്നുകൂടെ വ്യക്തമാക്കാം, എന്നാലേ ശരിയാ. ഉപദേശം പറയാം. പഴയ നിയമത്തിൽ പാപപരിഹാരം ഉണ്ടായിരുന്നെങ്കിലും സമ്പൂർണമല്ല. തെളിവ്, ഇതൊരു ദൈവസഭയാണ്.
ഇവിടുത്തെ പാസ്റ്ററാണ് മോൻസി പാസ്റ്റർ. പേര് മാറിയിട്ടൊന്നുമില്ലല്ലോ, മോൻസി പാസ്റ്റർ. ഇദ്ദേഹം യഹൂദ പുരോഹിതനാണെന്നിരിക്കട്ടെ തൽക്കാലം, കേട്ടോ, കുറച്ച് നേരത്തേക്ക്. അപ്പോൾ അതിൻ്റെ താഴെ കാഞ്ഞിരങ്കവല അല്ലേ, കാഞ്ഞിരങ്കവലയിൽ ആളുകൾ ഇറങ്ങി. നിങ്ങളൊക്കെ യഹൂദന്മാർ, നമ്മൾ മൊത്തം മാറ്റിയേക്കുക. അവിടെ ഇറങ്ങിയിട്ട് അന്ന് വണ്ടിയൊന്നുമില്ല, ആളുകൾ ഇങ്ങോട്ട് ആരാനിക്ക് പോരുക, കേട്ടോ. അപ്പോൾ മത്തായിച്ചേൻ്റെ കയ്യിൽ 2 കുറുപ്രാവുണ്ട്. അപ്പോൾ ഈ പണ്ടൊക്കെ നമ്മൾ ആരാനിക്ക് പോകുമ്പോൾ ഈ സർവേക്കല്ല് ഓന്തിരിക്കുന്ന പോലെ ചില ആളുകൾ നമ്മൾ പോകുമ്പോൾ സ്വസ്ത്രം, ശരിക്കും പറഞ്ഞാൽ ആ ഓന്തന്മാരുടെ ശബ്ദമാണ് നമ്മളെ ചാർജ് ചെയ്തത്. നമ്മൾ ആ പരിഹാസമൊക്കെ കേട്ടും സഭയിലേക്ക് വരുമ്പോൾ സാക്ഷ്യം പറയാൻ നേരത്താണ് നമ്മൾ പറയുന്നത്, പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം. ഓ കഷ്ടതയും പട്ടിണിയും ഏറിടും നേരം, കഷ്ടതയും ക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന, മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം ഇപ്പം അങ്ങനെ വാഴാറില്ല. എന്താ കാര്യം? ഇപ്പം ആരും നടന്നു വരുന്നവരില്ല, അതുകൊണ്ട് ഓന്തന്മാരും ഇല്ല. നമ്മളെല്ലാം ഇപ്പം ഇന്നോവയ്ക്കകത്തും മാരുതിക്കാറിനകത്തൊക്കെയാണ് നമ്മൾ വരുന്നത്, അല്ലേ? അത് കാരണം ഇപ്പം നമുക്ക് ഈ ഉടുത്തിരിക്കുന്ന സാരി ഒന്നും കാണിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് പാകം ചെയ്യാവുന്ന കാര്യം ഇച്ചിരി വൈകി വരിക എന്നുള്ളതാണ്. വൈകി വരുമ്പോൾ എല്ലാവരും അത് കാണും. അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സ്വോത്രം. അപ്പോൾ ഇവരിങ്ങനെ വരുമ്പോൾ പറഞ്ഞു, മത്തായി ചേട്ടോ, മത്തായി ചേട്ടനോടല്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു, ഇന്ന് കുറുപ്രാവേ ഉള്ളോ എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റിബീടി വലിച്ചാൽ എന്ത് മതി? കുറുപ്രാവ് മതി. വകുപ്പുണ്ട് ഓരോന്നിനും, വകുപ്പ്. നമുക്കിപ്പോൾ കൊലപാതകം, മോശം വകുപ്പ് അറിയാമോ? ഇല്ല. കോടതി എന്താ വിധിക്കുന്നത്? IPC കുമ്പനാടല്ല, IPC ഇന്ത്യൻ പീനൽ കോഡ് ഇത്രാമത്തെ വകുപ്പ് അനുസരിച്ചാണ് ആളെ ശിക്ഷിക്കുന്നത്. നല്ല തോന്നിയ പോലെ ശിക്ഷിക്കാൻ പറ്റിയല്ല. മനസ്സിലായോ? അപ്പോൾ ആൾക്കാർക്കറിയാം. ഈ പള്ളി പോകുകയില്ലെങ്കിലും ഇതൊക്കെ അറിയാമല്ലോ ആളുകൾക്ക്. ഒക്കെ അറിയാം. പണ്ടൊരു കള്ളുടിയും പറഞ്ഞു, കള്ളുടിക്കാൻ വാക്യമുണ്ട്. കള്ളുടിയന്മാരെ കുറിച്ച് ഞാൻ എവിടെ? സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. സന്ധ്യയ്ക്ക് ഭയങ്കര ബഹളം, രാവിലെ സമാധാനം. വീട് വലിക്കുന്ന ഉള്ളി പറഞ്ഞു, അവൻ്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി. അങ്ങനെ വാക്യമുണ്ട്. ശരിയാവുണ്ട്, വാക്യമുണ്ട്. സകല കള്ളുടിയന്മാർക്കും കാനാവിലെ കല്യാണത്തിൽ കർത്താവ് അവരുടെ വാറ്റുചാരായാക്കിയെന്നും പറഞ്ഞ് അവർ നടക്കുന്നത്. അതെല്ലാവർക്കും അറിയാം. വേണ്ടാത്തൊക്കെ പഠിച്ചു വച്ചേക്കുക. പണ്ടൊരു കള്ളുകൂടിയും പറഞ്ഞപ്പം ഞങ്ങളുടെ ടീമിലെ പുള്ളി പറഞ്ഞു, ചുമ്മാ വചനം അറിയാവോന്ന് അറിയാൻ വേണ്ടി. ചേട്ടൻ എന്ന് പറഞ്ഞു, എന്തോ ഇത് കാനാവിലെ കല്യാണത്തെ കർത്താവ് പച്ചവെള്ളം പിന്നെ ഇത് മറ്റേ ആക്കിയില്ലേ? ഈ പാസ്റ്റർ വെറുതെ ചോദിച്ചു, ആക്കിയോ? ആക്കി. ഏത് പുസ്തകത്തിൽ? ആ പുസ്തകം അറിയാൻ മേല. ഏതധ്യായം? ആദ്യമായി അറിയാൻ മേല. ചേട്ടനോട് ഞാൻ ചോദിച്ചു, ഞാൻ 10-25 പ്രാവശ്യം വേദോസം വായിച്ചത് ഏത് പുസ്തകത്തിലാന്ന്? പുള്ളി പറഞ്ഞു, അങ്ങനെ ഇല്ലേ. അതാ ചോദിച്ചു, അങ്ങനെ ഉണ്ടോന്ന്? ഇല്ലേ. ചേട്ടൻ മര്യാദയ്ക്ക് അങ്ങനെ ഉണ്ടോന്ന്? അപ്പൊ പുള്ളി പറയാ, ഇയാളിങ്ങനെ കീറണന്തിനാ? ആക്കിയെങ്കിൽ ആക്കി, ഇല്ലെങ്കിൽ വിട്ടേക്കാൻ. പ്രശ്നം വിട്ടേക്കാൻ. പുള്ളിക്ക് വല്ലതും അറിയത്തില്ല, ചുമ്മാ പറയാ നമ്മളെ കുറിച്ച് ഓരോന്നിങ്ങനെ പറയാ. അപ്പൊ പുള്ളി പറഞ്ഞു, എടാ ഞാൻ കുറുപ്രാവിനെയും കൊണ്ടെങ്കിലും പോകണ്ടല്ലോ. നീ പള്ളിയിൽ പോലും അച്ഛന് ജീവിക്കണ്ടേ? ഇങ്ങർക്ക് യഹൂദൻ്റെ അച്ഛന് ജീവിക്കണ്ടേ? അച്ഛൻ ജീവിക്കുന്ന സാധനം എന്തുവാ? ഇതിൻ്റെ ചിറകും മൂത്രപിണ്ഡം, വവ, കഴുത്ത്, കാലൊക്കെ വെട്ടിക്കളഞ്ഞ് ഇതിന് യാഗപീഠത്തിലിട്ട് മേധസ് 30 കൊണ്ട് കുത്തിയെടുത്താണ് ഇങ്ങേര് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ഈ യാഗവസ്തു ചെല്ലണ്ടേ? ഞാൻ കുറുപ്രാവിനെങ്കിലും പോകുന്നുണ്ടല്ലോ, നീ എൻ്റെ പുറകെ വരുന്ന അന്തപ്പനെ കണ്ടാലോ? എന്നാ പറ്റി? നീ കണ്ടുകൊണ്ടിരിക്കുക. നോക്കുമ്പം മേലുകാവ് മറ്റേ പുള്ളി കോലാടിനെയും കൊണ്ടുവരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ഇത് കുറ്റി വീഡിയോ വലിച്ച കേസല്ല, കുറ്റി മറിച്ചിട്ട കേസാ. ഇത് മറ്റേ കേസാണ്. അത് പറഞ്ഞു, എന്തപ്പം ചേട്ടോ പറയാവുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഇഷ്ടംപോലെ പണി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇഷ്ടംപോലെ പണി ഉണ്ടായതുകൊണ്ട് ഇഷ്ടംപോലെ കാശ് കിട്ടി.
ഇഷ്ടംപോലെ കാശ് കിട്ടിയപ്പോൾ ഞാനൊരു പാപം ചെയ്തു. വല്ലതും പിടി കിട്ടിയോ നിങ്ങൾക്ക്? അന്നും ഇന്നും കാശുള്ളവന് പാപം ചെയ്യാം കേട്ടോ. കാശുള്ളവന് എന്തും കാണിക്കാം. ഈ നിയമവും ഈ ഉപദേശമൊക്കെ ആർക്കാ? അടിയങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക്, ഏഴയും പുഴുവും കൃമിയും തുരുമ്പും ചാക്കും പൊടിയും ആക്രക്കടയിലെ മുഴുവൻ സാധനമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നിയമമൊന്നും നമുക്ക് ബാധകമല്ലെന്നേ. സ്വത്രം നിയമം എല്ലാവർക്കും ബാധകമാകുന്നൊരു ഭരണം ഇവിടെ വരുമെന്ന്, മുഖപക്ഷം നോക്കാതെ വിധിക്കുന്ന ഒരു ജഡ്ജ്മെന്റ് ഇവിടെ വരുമെന്ന് 1000 വട്ടം മാണിപ്പഴുള്ള കരം കൊണ്ട് മാടി വിളിച്ചിട്ടും സുവിശേഷത്തെ പുറങ്കാല കൊണ്ട് തട്ടിക്കളയുന്ന സ്നേഹിത, നിന്റെ ജഡ്ജ്മെന്റ് തയ്യാറാക്കുന്ന ന്യായാധിപന്റെ ബലിഷ്ഠമായ കരമായും തൂലിക തുമ്പായും അവൻ ന്യായാധിപനായി വരുന്ന കാലം വിദൂരമല്ലെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. പുള്ളി പറഞ്ഞു, നീ എൻ്റെ പുറകെ വരുന്നവനെ കാണണം. അതാരാ? അവൻ തൊടുപുഴ മാർക്കറ്റിൽ നിന്ന് ഒരു കാളയെ ലേലം ചെയ്ത് 2 ബംഗാളിയെ കൊണ്ട് ഉന്തി തള്ളി പള്ളിയിലോട്ട് വരിക. അവൻ്റെ പാപം എന്നാന്ന് ആർക്കറിയാം? അവരെല്ലാം വന്നപ്പം അവരച്ഛനോട് പറഞ്ഞു, അച്ചോ എന്തോ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നവർ കുറേ ആളുകൾ വഴിയിരിക്കുന്നുണ്ട്. അതിപ്പോൾ എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? അതെന്നാന്ന് വെച്ചാൽ ഞങ്ങൾ കുടുംബത്തിൽ പിറന്ന ആൾക്കാരല്ല, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടുകൊണ്ട് ഞങ്ങൾ ചെയ്ത പാപം എന്നാന്ന് അവർ കണ്ടുപിടിക്കുകയാണ്. അതിലിപ്പോൾ ഞാനെന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുക. എന്ത് പരിഹാരം? പറഞ്ഞ് പുരോഹിതന്മാർ അവരുടെ പാപങ്ങൾക്ക് കൂട്ടാളികളായി. ജനത്തിൻ്റെ പാപങ്ങൾക്ക് ബോധം വരുത്തേണ്ടവരാണ് പുരോഹിതന്മാർ, അല്ലാണ്ട് കൂട്ടു നിൽക്കേണ്ടവരല്ല. അങ്ങനെ എന്ത് ചെയ്തു? ചുരുക്കത്തിൽ പള്ളിക്ക് ഇഷ്ടം പോലെ സ്ഥലം, സെൻട്രൽ കൺവെൻഷൻ നടത്താനുള്ള സ്ഥലമുണ്ട്, ഇല്ലേ? സ്ഥലമുണ്ട്. അവർ പറഞ്ഞു, നമുക്ക് ഈ മൃഗങ്ങളെല്ലാം ഇവിടെ അടിക്കാം. അങ്ങനെ കുറുപ്രാവും സംഗതിയല്ല ഇവിടെ. അപ്പോൾ ആളുകൾ കാശും കൊണ്ടാണ് വരുന്നത്. കാഞ്ഞിരങ്കാവിൽ നിന്ന് ഇങ്ങോട്ട് കാശ് കൊണ്ട് വരുന്നവനെ കണ്ടറിയാൻ പറ്റുമോ? എത്ര കാശുണ്ടെന്ന് അറിയാൻ പറ്റുമോ? ഞാൻ 25 കൊല്ലം 10 സഭയിൽ പാസ്സായിരുന്നു. എനിക്കറിയാൻ മേല നിങ്ങളുടെ കയ്യിൽ എത്ര കാശുണ്ടെന്ന്. ഇപ്പോഴും അറിയാൻ മേല നിങ്ങളുടെ കയ്യിൽ എത്ര കാശുണ്ടെന്ന്. എനിക്കറിയാൻ മേല. എന്താ കാര്യം? ഞാൻ എപ്പോൾ നോക്കുമ്പോഴും 10. എത്ര കാശ് പാത്രം കൊണ്ടുപോയോ? 10. എൻ്റെ പൊന്നെ, ഈ 10 മാറാൻ വേണ്ടി ഞങ്ങളൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ചതാണ്. എവിടെ പോവാൻ? ശാസിച്ചിട്ടും പോകാത്തൊരു സാധനം. ഞങ്ങൾ ശാസിച്ചപ്പോൾ പോയതാരാന്നറിയാമോ? അന്തസ്സുള്ള കുടുംബത്തിൽ 2000 സ്ഥലം വിട്ട്. ആ കൂടെപ്പുറപ്പായ 1000 കൂടെ പോയി. ഇപ്പോഴും ഈ പുള്ളി കിടന്ന് വിലസുക. 10 ഞാൻ കുറ്റം പറയത്തില്ല, ചിലർ 10 കുറ്റം പറയും. ഞാൻ 10 കുറ്റം പറയത്തില്ല. കാരണം ഈ 10 രൂപയായി എന്നെയൊക്കെ ഇവിടം വരെ എത്തിച്ചത്. 10 രൂപയ്ക്കായി ദൈവത്തിന് സ്വത്രം. ഒരാൾ ചോദിച്ചു പറഞ്ഞു, പാസേ ഒരു ചായക്കാശ്, അതിനെല്ലാം കുഴപ്പം, 10 രൂപ. അപ്പം അതെനിക്ക് മനസ്സിലായ ചായക്കാശാണ്. അതുകൊണ്ട് 10 രൂപ ഇടുന്നവരുടെ ശ്രദ്ധയ്ക്ക് ചായക്ക് കാശ് കൂടി 12. അതുകൊണ്ട് 10 രൂപ ഇടുന്നവർ 10 പ്ലസ് 2 കൂടെ ഇട്ട് വില നിലവാരം മനസ്സിലാക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുക കേട്ടോ. പണ്ട് ഞാൻ അങ്കമാലിൽ നിന്ന് കോട്ടയത്തിന് പോവുക, 85 രൂപ ചാർജ് ഉള്ളപ്പം. ബസ്സേ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു കോട്ടയം. പുള്ളി പറഞ്ഞു 84. പേസ് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഒത്തിരി 10 ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞുണ്ട്, എനിക്ക് തരാമോ? ഒത്തിരി ചില്ലറ കൊടുക്കുക. ഞാൻ ഒരു കുത്തങ്ങ് എടുത്തു കൊടുത്തു. പുള്ളി നോക്കി ചോദിച്ചു 38 ആയിക്കോട്ടെ. പുള്ളിയുടെ സീറ്റല്ല ഞാനിരിക്കുന്നത്. പുള്ളി ഇങ്ങനെ എല്ലാവർക്കും 2ഉം 5 കൊടുത്ത്. അപ്പം ഞാൻ പുള്ളി സീറ്റ് ഇരിക്കുന്ന കാരണം എനിക്കൊരു സന്തോഷം. പുള്ളി ഇടിച്ചിട്ട് സൂചേറ്റം പറയാം. പിന്നല്ല, നമ്മൾ പ്രശ്നം തീർത്താണല്ലോ. അങ്ങനെ പുള്ളി എല്ലാം കൊടുത്ത് ഒന്നിച്ചും പുള്ളി ഇരിക്കുന്നതിന് മുമ്പ് എന്നെ അങ്ങനെ നോക്കിച്ച് പറയാം, പാസ്റ്ററാണല്ലേ എന്ന്. ഞാൻ എന്നിട്ടും വിട്ടുകൊടുത്തില്ല. നമ്മളിങ്ങനെ എല്ലാം മനുഷ്യരെ പിടിക്കുന്നവരാണല്ലോ. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞ പാസ്റ്ററാണ്? ഞാൻ ടീഷർട്ട് ഇട്ടിരിക്കുന്നത്. പുള്ളി പറഞ്ഞു പാസ്റ്റല്ലേ. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞ പാസ്റ്റർ? നിങ്ങളോട് ആര് പറഞ്ഞു? പാസ്റ്റല്ലേ എന്ന് ആദ്യം പറ. പുള്ളി കണ്ണൂർ ഏജിലെ വിശ്വാസിയാണ്, എനിക്കറിയാം. പാസ്റ്റല്ലേ എന്ന് ആദ്യം പറ. ഞാൻ പറഞ്ഞു, എനിക്കാണെങ്കിൽ പറയാതിരിക്കാം. ഞാൻ പറഞ്ഞു അത് പാസ്റ്ററാണ്. അന്ന് അതാ പറ ആദ്യം. പുള്ളി അവിടെ ഇരുന്നു. അപ്പോഴും എൻ്റെ ഈ 10 പുള്ളി കണ്ടുപിടിച്ചെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു, അച്ഛാ ഒന്ന് പറ, ഇത് ഞാൻ പാസ്റ്ററാണെന്ന് ഈ 10 കണ്ടിട്ടാണോ പറഞ്ഞത്? അല്ല പാസ്റ്ററേ. അവിടെ സമാധാനം ഇരിക്കുക, പറഞ്ഞുതരാം. കുറച്ച് പുള്ളി പറയാം, പാസ്റ്റേ നിങ്ങൾ പാസ്റ്റർമാരാണെന്നറിയാം, 10 കണ്ടത് കൊണ്ടല്ല. പിന്നെ അങ്ങനെ കണ്ടുപിടിച്ചു. പാസ്റ്റേ ഈ മുഷിഞ്ഞ 10 നോട്ട് ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് വരുന്ന പോലെ തലങ്ങും വിലങ്ങും ഒട്ടിച്ച് വെച്ച സെല്ലിട്ട് ഒട്ടിച്ച 10. പിന്നെ പുള്ളി ഭഗവത്ഗീതയുടെ വാക്യാ പറഞ്ഞത്, ഇത് മണ്ണിലിട്ടാൽ ലയിക്കാത്ത, വെള്ളത്തിലിട്ടാൽ തേയിലിട്ടാൽ. ഞാൻ പറഞ്ഞു മതി.
എൻ്റെ പുള്ളി പറയുക അങ്ങനെയുള്ളവരെ കാണുമ്പോൾ മനസ്സിലാക്കണം രണ്ടുപേരുടെ കയ്യിലേ അത് ഉള്ളൂ പാസ്റ്ററെ. അപ്പോഴും ഞാൻ വെച്ചു നരകത്തിലേക്കാണെങ്കിലും കൂട്ടുണ്ടല്ലോ. മറ്റേ പുള്ളി ഞാൻ പറഞ്ഞു അതാരാ? രണ്ട് കൂട്ടര്, ഒന്ന് പാസ്റ്റർമാർ, രണ്ട് ഭിക്ഷാടനം നടത്തുന്നവർ. ദൈവമേ, അതോടെ ഉള്ള ഡീ തന്നെ പോയി. സ്വോത്രം. സ്വോത്രക്കാഴ്ച എടുത്തു കഴിഞ്ഞു. ഇതെങ്ങാനും കേട്ടിട്ട് ഒന്നോടെ സ്വോത്രക്കാഴ്ചയുടെ തോന്നുന്നുണ്ടെങ്കിൽ ബക്കറ്റ് ഇവിടെ വെച്ചേക്കാം. ചെക്ക് എഴുതി ഇട്ടേച്ച് വേണം പോവാൻ. ഒരു യോഗം കഴിയുമ്പം കട ഉണ്ടാകരുത്. സ്വോത്രം. 450 രൂപ ഒരു കിലോ ഇറച്ചിക്ക് ഒരു മടിയില്ലാതെ 500 അങ്ങ് എടുത്തു കൊടുക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് 2000 പിൻവലിച്ചെന്നറിയാമോ? ഞാൻ പറയാം. 2000 കണ്ടിട്ടുള്ളവർ കൈവക്ക്. ആരുമില്ല. അനുഭവിച്ചിട്ടുള്ളവർ കണ്ടിട്ടുണ്ടോ? മത്തായിച്ച കണ്ടിട്ടുണ്ട്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോളണം, ഭാഷമാർ നോക്കിയോളാം. 2000 സ്വോത്രക്കാഴ്ച പാത്രത്തിലിട്ടൊരു കൈവക്ക്. കണ്ടോ? ചുമ്മാതല്ല പിൻവലിച്ചത്. കണ്ടോ? നിങ്ങൾക്ക് തന്നാലും ഇടുകയില്ല. ദൈവം തമ്പുരാൻ കണ്ട പത്രം പിൻവലിച്ചത് മനസ്സിലായോ? നമ്മൾ പറയും കർത്താവ് എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തു, പക്ഷെ വലുത് കിട്ടിയപ്പോൾ കിട്ടില്ല, അത് തിരിച്ചുപോയി. എൻ്റെ ദൈവമക്കളെ, കൊടുക്കണം. എന്ത് കൊടുക്കണം? വന്ന് ഇരുന്ന് കൊടുക്കണം എന്നല്ല ഈ പറഞ്ഞത്. സ്വോത്രം. സ്വോത്രം. ഒരു യോഗവും കടത്തിൽ തീരരുത്. നമ്മുടെ കടപ്പാടാണത്, നമ്മുടെ ഉത്തരവാദിത്തമാണത്. അങ്ങനെ എല്ലാം കൂടെ പള്ളിക്കകത്തോട്ട് വന്ന് ഭയങ്കര വ്യാപാരം. ഈ വാണിഭമാണ് യേശു കണ്ടത്. ആലയം വാണിഭത്തിലുള്ള സ്ഥലമല്ല, നിങ്ങൾക്ക് വിൽക്കാനും വാങ്ങാനുള്ള സ്ഥലമല്ല. ചാട്ടവാറെടുക്കുന്നു, മറിച്ചിടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആലയങ്ങളൊക്കെ അടിച്ചു വിശുദ്ധീകരിക്കപ്പെടേണ്ട കാലങ്ങൾ കഴിഞ്ഞു. ചാട്ടവാർ എടുക്കേണ്ടവർ അത് ശോഭയ്ക്കകത്തിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. ഒരു കാര്യം ഓർക്കണം, സ്മാർത്ഥ വിചാരം, ന്യായവിധി ദൈവഗ്രഹത്തിൽ നിന്ന് ആരംഭിക്കുവാൻ കാലമായല്ലോ എന്ന ദൈവത്തിന്റെ വചനമുണ്ടെങ്കിൽ ആലയത്തിനകത്ത് എരിവുള്ളവർ ഉണ്ടാകണമെന്ന്. സ്തോത്രം. മത്തായിച്ചന് വേണ്ടി പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. 2 പ്രാർത്ഥന. 1, ദൈവമേ, ഇവൻ കൊണ്ടുവന്ന യാഗവസ്തുവിൻ്റെ പാപം കൊണ്ട് ഇവൻ്റെ കുറ്റുവീടിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു കൊടുക്കണമേ. 1. 2, കർത്താവെ, ഇവൻ അടുത്ത ആഴ്ച വരുമ്പം ഈ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാതെ ഇച്ചിരൂടെ വലുതിനെ കൊണ്ടുവരാൻ സഹായിക്കണമേ. അങ്ങനെയാണ് പാപബോധമില്ലാത്തത്. ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാപബോധമില്ല. പഴയമത്തിൽ പാപബോധമില്ല. ന്യായപ്രമാണത്തിന് മറ്റൊരു പ്രശ്നം എന്താ? ഒന്നിൽ തെറ്റിയാൽ മൊത്തം തെറ്റും. അപ്പം പിന്നെ എപ്പോഴും അവിടെ കിടക്കും. പാമ്പും കോണിയും കളിക്കുന്ന പോലെ ഒരു കോളം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. പക്ഷെ അവിടെ ആരിയിരിക്കുന്നത്? അത് വിഴുങ്ങി പിന്നെ താഴേന്ന് വേണം തുടങ്ങാൻ. ഇത് എപ്പോൾ രക്ഷപ്പെടും? ഉദാഹരണം പറയാം. ഉദാഹരണമേ വിജയിക്കുള്ളൂ. നിങ്ങൾക്ക് ഗൾഫിൽ പോകണം. എൻ്റെ പാസ്പോർട്ട് ഖത്തറിലേക്ക് ഒന്ന് പോയിട്ട് വാ. എവിടാ ഖത്തർ? അപ്പുറത്തെ കിടക്കുക. പാസ്പോർട്ട്, വിസ, ആധാർ, തിരിച്ചൽ കാർഡ് ഒക്കെ എടുത്തോളണം. ഇതൊക്കെ സർക്കാർ കൊണ്ടുവന്നിരിക്കും. എന്താ കാര്യം? നമ്മുടെ ഈ പൊങ്ങച്ചൊക്കെ മാറ്റാനാണ് ഇതൊക്കെ. അത് മനസ്സിലായോ? നിങ്ങളിങ്ങനെ വലിയ ഗമയിലൊക്കെ ഇരിക്കുമ്പം, അങ്ങനെ വലിയ പുട്ടിയൊക്കെ ഇട്ടടിച്ച് അതിൻ്റെ ഭംഗിയൊക്കെ ഒക്കെ നിൽക്കുമ്പം നിങ്ങൾ ആരാണെന്നറിയാൻ തിരിച്ചൽ കാർഡ് എടുത്തു നോക്കണം. അപ്പം മനസ്സിലായി, ഇതാണ് ഞാൻ. ഉണ്ടോ? ഇനി ഒന്നുകൂടെ ക്ലാരിഫിക്കേഷന് വേണ്ടി, ഇതല്ല, ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ഞാൻ ആരാകും, ചത്തു കഴിഞ്ഞാൽ ആരാകും എന്നറിയാൻ ആധാർ എടുത്ത് നോക്കണം. ഒരു കരിവീട്ടി കണക്കൊരു സാധനം ഉണ്ടോ? അപ്പം ഇതിൻ്റെ ഇടയിലാണ് നമ്മളിങ്ങനെ പൊട്ടിക്കെട്ടടിച്ച് നിൽക്കുന്നത്. ഇതുപോലത്തെ പുള്ളി ഇതുപോലെയാകും. ഇതൊക്കെ സർക്കാരിൽ നിന്ന് മുന്നറിയിപ്പുകളാണ് കേട്ടത്. ദൈവമക്കളെ, ഒരു കാര്യം ഓർത്തോളം കൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ പാസ്പോർട്ട് കൂടെ ചെന്ന് ഖത്തറിൽ നിന്ന് വിസ മെസ്സേജ് വരണം. പിന്നെ അവിടെ ചെല്ലണം, എയർ ടിക്കറ്റ് എടുക്കണം. അവിടെ ചെല്ലുമ്പം ചോദ്യം എന്നോടും ചോദിച്ചു. പല രാജ്യത്തും പോകുമ്പോൾ ചോദിക്കും, എന്തിനാ പോകുന്നത്? ഇവരാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ഗവൺമെൻറ്റിൻ്റെ വിസയാണ് തന്നത്. അപ്പോൾ എന്നോട് കൊച്ചു ചോദിക്കുക, നിങ്ങൾക്ക് തന്നെ ജോലി? ഞാൻ പറഞ്ഞു, എനിക്ക് ജോലിയൊന്നുമില്ല, ഇത് സർക്കാരിൻ്റെ വിസയാണല്ലോ. ഞാൻ പറഞ്ഞു, സർക്കാരിൻ്റെ വിസയാണെന്നിരിക്കുന്നു. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പണിയുണ്ടോ? ഒരു പണിയില്ല. എന്തിനു പോയി? ഞാൻ പറഞ്ഞു, കൂട്ടുകാരെ കാണാൻ പോണത്. അപ്പോൾ അവസാനമൊക്കെ സർക്കാർ ഇവിടെ അടിച്ചു തന്നു. അടിച്ചു പോകാതെ വരാൻ പറ്റത്തില്ലോ. ഈ പാട് വല്ലോണ്ടോ, ഇത്തരം ബുദ്ധിമുട്ട് വല്ലോണ്ടോ ഏതൊരു രാജ്യത്ത് ചെല്ലുമ്പോഴും പിന്നെ ആൾക്കാരുടെ ചോദ്യങ്ങൾ ഉരുകിപ്പോകുക. നിങ്ങളെന്തിനാണ് ഈ പാടുപെടുന്നത്? നേരെ എറണാകുളത്തോട്ട് ചെല്ല്. കടൽ ഇല്ലേ? അതിനപ്പുറത്താണ് ഖത്തർ. അവിടെയാണ് ഈ UAE-യും ദുബായും ഒക്കെ കിടക്കുന്ന. അവിടെയാണ്. അപ്പം ഞാൻ എളുപ്പ വഴി പറഞ്ഞു തരാം. ചാടുക, നീന്തുക, പോവുക.
2 കുസൃതി ചോദ്യം ചോദിക്കാൻ പോവാണ്. ഉത്തരം മനസ്സിൽ കണ്ടോണം. 1, നീന്തിയാൽ ചെല്ലുകയില്ലേ? ഉത്തരം നീന്തിയാൽ ചെല്ലും. ഇല്ല, നീന്തിയാൽ ചെല്ലുകയില്ലേ? നീന്തിയാൽ ചെല്ലും. 2ാമത്തെ ചോദ്യം, അങ്ങനെ ആരെങ്കിലും നീന്തി അവിടെ ചെന്നിട്ടുണ്ടോ? അതാ ന്യായപ്രമാണം. മനസ്സിലായി? ന്യായപ്രമാണം ആചരിച്ചാൽ സ്വർഗത്തിൽ ചെല്ലാമേലേ? ചെല്ലാം, ഇപ്പോഴും ചെല്ലാം. സുവിശേഷം എത്താത്ത സ്ഥലത്ത് ന്യായപ്രമാണത്തിൽ ഉള്ളത് ജാതികൾ സ്വഭാവം കൊണ്ട് ചെയ്യുമ്പോൾ അവർക്ക് തന്നെ ന്യായപ്രമാണമാകുന്നു. റോമാലേഖനത്തിലുണ്ട്. ഇപ്പം ന്യായപ്രമാണം ആചരിച്ചാൽ സ്വർഗത്തിൽ ചെല്ലാമേലേ? ചെല്ലാം. അടുത്ത ചോദ്യം, അങ്ങനെ ആരെങ്കിലും ന്യായപ്രമാണം കൃത്യമായി ആചരിച്ച് സ്വർഗത്തിൽ ചെന്നിട്ടുണ്ടോ? അപ്പൊ പ്രമാണിക്കാൻ പറ്റാത്ത പ്രമാണമാണോ ഈ കൊടുത്ത്? ആന്നു. 36 കുറവുണ്ട് ന്യായപ്രമാണത്തിന്. ആ 36 കുറവ് രേഖപ്പെടുത്തിയ പുസ്തകമാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം. അപ്പൊ എന്തിനാ 36 കുറവുള്ള പുസ്തകം കൊടുത്തത്? അത് ഫസ്റ്റ് കോഴ്സാണ്. 5 സ്റ്റാറിൽ ചെല്ലുമ്പോൾ ആദ്യം ഓർഡർ ചെയ്ത സാധനമാണോ വരുന്നേ? അല്ല. ആണോ? അല്ല. നമ്മുടെ വൻകുടലും ചെറുകുടലും കൂട്ടിമുട്ടി വിശപ്പ് ആരംഭിക്കുമ്പോൾ ഒരു പ്ലേറ്റ് വരും. പിന്നെ നമ്മൾ ആകപ്പാട് വിശന്ന് നാക്ക് പുറത്തോട്ട് വരുമ്പം ആ തുടയ്ക്കാനുള്ള ടിഷ്യൂ വരും. അങ്ങനെ വരുന്നത്. പിന്നെ നമ്മൾ അടിയന്തരം കഴിയുമ്പോഴാണ് ആവി ഉറക്കുന്ന ഭക്ഷണമായിട്ട് വരുക. പിടിച്ച് നിൽക്കാൻ വേണ്ടി ഫസ്റ്റ് കോഴ്സ് ചില ഭക്ഷണങ്ങളുണ്ട്. അത് ചാപ്പാടല്ല, വെൽക്കം ഡ്രിങ്ക് പോലെയാണത്. യേശു വരുന്നവരെ പിടിച്ചു നിൽക്കാൻ ദൈവം കൊടുത്ത പ്രമാണമാണ് ന്യായപ്രമാണം. അതുകൊണ്ടാണ് ശിശുപാലകനായി ഭവിച്ചു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മുടെ അംഗൻവാടിയിലേക്ക് ആയയുടെ കയ്യിൽ കൊച്ചിനെ കൊടുത്തു വിടുക. അവിടെ ചെന്നപ്പം ആയ നോക്കിയപ്പം ചാക്ക് കണക്കിന് ഗോതമ്പിരിക്കുന്നു, കോഴിമുട്ട ഇരിക്കുന്നു. അപ്പോൾ ആയ വിചാരിച്ചു ഞാൻ ഇവിടെ നിന്ന് പഠിക്കാൻ പോവുക. 4 മണിക്ക് മുട്ട കിട്ടുമോ? വീട്ടിൽ പോവുക മര്യാദയ്ക്ക്. സ്വത്രം. അവിടെ ജോലി ചെയ്യുന്നവർക്ക് കാശ് കൊടുത്തിട്ടില്ല, പിന്നെയാണ് വെറുതെ ഇരിക്കുന്നവർക്ക്. വീട്ടിൽ പോവും. അപ്പം ന്യായപ്രമാണത്തിന് ഒക്കത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. നോട്ടീസ് അടിക്കുമ്പോൾ NB ഇടും, നാട്ടാ ബേൺ. കാര്യപരിപാടിക്ക് മാറ്റം വരുത്തുവാൻ പ്രസിഡന്റിന് അധികാരമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ന്യായപ്രമാണം കൊടുത്തപ്പോൾ തന്നെ 36 സ്ഥലത്ത് NB ഇട്ടതിൻ്റെ കാരണം ഇതിന് പറ്റാത്തതൊരു പ്രമാണമാണെന്നും പറ്റുന്ന യേശു ലോകത്തിൽ വരുമെന്നും കണ്ട ദൈവം പിടിച്ചു നിൽക്കാൻ കൊടുത്ത സാധനമായ ന്യായപ്രമാണം. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കേണ്ടതിന് ദൈവം തന്നെ കണ്ടുപിടിച്ച മാർഗമാണ് സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ജഡത്തിൽ ശിക്ഷ വിധിച്ച് അവൻ നിവർത്തീകരിച്ച വാക്കാണ് നിവൃത്തിയായി. 10:11 എബ്രായ ലേഖനം 10:11 വായിച്ചു. 10. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും. യഹൂദന്റെ പുരോഹിതന്മാരെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. വായിച്ചോ. പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിർത്തുന്നു. വ്യാഖ്യാനിച്ചോട്ടെ. ഏത് പുരോഹിതനും പാപങ്ങളെ പരിഹരിപ്പാൻ കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. അപ്പൊ പഴയമത്തിലെ പുരോഹിതന്മാരെന്താ നിൽക്കാൻ കാര്യം? ഇപ്പോഴും അവർ നിൽക്കുക. ഒരാളും ഇരിക്കാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആലയങ്ങളിൽ പുരോഹിതന്മാരിയ്ക്കുവോ? ഇല്ല. നമ്മുടെ ഭാഷമാർ നിൽക്കുവോ? ഇല്ല. അങ്ങനെ അവരിയ്ക്കത്തുമില്ല, നമ്മൾ നിൽക്കത്തുമില്ല. എന്നാ എൻ്റെ കാര്യമെല്ലാം മനസ്സിലായോ? എന്താ വെച്ചാൽ ഇരിക്കാത്തത്? എങ്ങനെ ഇരിക്കാനാണ്? ഈ കാണായ ജനലക്ഷങ്ങളുടെ പാപങ്ങൾ എന്നോടല്ലേ പറയുന്നേ? അത് പലവിധമായ രീതികളിൽ പാപം ഏറ്റുപറഞ്ഞും കുമ്പസാരമായിട്ടും ഒക്കെ എന്നോടല്ല. ഞാനും ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കുന്ന മീഡിയേറ്ററാണ് ഞാൻ. ഇവരുടെ പ്രശ്നം പരിഹരിക്കാതെ ഞാൻ എങ്ങനെയാണ് സമാധാനത്തിന് പോയി ഇരിക്കുന്നത്? എനിക്കൊരു പണിയുണ്ട്. ഇപ്പോൾ ഈ യോഗത്തിൽ ആര് മാത്രമേ നിൽക്കുന്നുള്ളൂ? ഞാൻ മാത്രം. എന്നാ കാര്യം? ഒരു പണിയുണ്ട്. അതുകൊണ്ടാണ് ഒരു പണിയുണ്ട്. ആ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാം ഇരിക്കുന്നത് നിങ്ങളുടെ പണി കഴിഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോണ്ടിരുന്നാൽ മതി. ഇനി അവർക്ക് ഇത് കഴിയുമ്പോൾ ഒരു പണിയും കൂടെ ഉണ്ട്. അതാ അവരല്ലെങ്കിൽ അവർ ചിലർക്ക് സ്ഥലം വിടും, വീട് പോകത്തില്ല. കണ്ടോ? നമ്മുടെ വാർഡ് മെമ്പർ പണി കഴിഞ്ഞ് അവർ പോയിരുന്നു. ആശംസ പണി കഴിഞ്ഞ് പോയിരുന്നു. ഞാനെന്നാ അത് എനിക്ക് പണിയുണ്ടെന്നേ.
അപ്പൊ ഇവിടുത്തെ പുരോഹിതന്മാർ ആലയത്തിൽ നിൽക്കുന്നതിന്റെ കാരണം ജനത്തിന്റെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ നമ്മുടെ മഹാപുരോഹിതൻ ഇരിക്കുകയാണ്. അടുത്ത വാക്യം വായിക്കും. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് കൂടെ യാഗമില്ല, വർഷാന്തര യാഗമില്ല, മാസത്തിൽ യാഗമില്ല, ആണ്ടിൽ യാഗമില്ല, ഒറ്റ യാഗമായി ക്രൂശിൽ യാഗമായി തീർന്നിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പോയി ഇരുന്നുകൊണ്ട് മതങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മളെ കബളിപ്പിക്കുകയാണെന്ന്. ഈ നിൽക്കുന്ന പുരോഹിതന്മാരൊക്കെ ജനത്തിന്റെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ ഇവർ നിൽക്കുന്ന അതേ പ്രശ്നം 2000 കൊല്ലം മുൻപ് പരിഹരിച്ചും യേശുക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്ത് പോയി ഇരിക്കുന്നു. മതത്തിന്റെ കപടതകളിൽ പിടിച്ചെടുത്ത് നമ്മെ സ്നേഹസ്വരൂപനായ ദൈവത്തിന്റെ രാജ്യത്തിൽ ഇരുത്തിയ ദൈവത്തെ 2 കരവും അടിച്ചു ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കണമെന്ന് പാപത്തിന്റെ പരിഹാരം സമ്പൂർണമായി യേശു കുരിശിൽ നിർവഹിച്ചെന്ന്. ഇനി ആരാ? ഇനി പാപത്തിന്റെ പരിഹാരമൊന്നും ഇല്ല മക്കളെ. യേശു ക്രൂശിൽ പാപപരിഹാരം വരുത്തി. ഒരു സ്തോത്രം പറഞ്ഞ മൂന്നാമത്തെ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കണം. മൂന്നാമത്തെ ശത്രുവായ പിശാചിന്റെ തലയെ തകർത്തു. ഇനിയിപ്പോൾ ഇത്ര നേരം ഞാൻ യേശുവിനെ കുറിച്ചാണ് പറഞ്ഞു. ഇനി കുറച്ച് നേരം ആരെ കുറിച്ചാണ് പറയുന്നത്? പിശാചിനെ കുറിച്ചാണ്. അപ്പം നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും, സമയം 9 പോയേക്കാം. ആ തോന്നൽ എവിടുന്ന് വരുന്ന? ഞാനിപ്പോൾ ആരെക്കുറിച്ചാണ് പറയാൻ പോണേ? ഇനി എഴുന്നേറ്റ് പോകുന്നവരെ ശ്രദ്ധിച്ചോളണം. മറ്റേ പുള്ളി കൊണ്ടുപോകുന്ന ഇതുവരെ പോയെങ്കിൽ കുഴപ്പമില്ല. ഇനി പോകുന്നവരെ ശ്രദ്ധിച്ചോളണം. കാരണം ആരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്? നീ ഇത് കേൾക്കരുത്. അവൻ ആഗ്രഹമുണ്ട്. പിടിച്ചു നിന്നോളണം. ആ, പിശാചിലേക്ക് വരാം അല്ലേ? വരാം. പിശാച് അങ്ങനെ നമ്മൾ വിചാരിക്കുന്നതിൽ നല്ല കാര്യങ്ങളൊക്കെ പുള്ളിക്കകത്തുണ്ടെന്നേ. ഒരുപാട് നല്ല കാര്യമുണ്ട്. ഞാനൊക്കെ പഠിപ്പിക്കുന്നത്. അവന് ഉറക്കമുണ്ടോ? ഇല്ല. നമുക്കോ? അതേ ഉള്ളു. യോഗത്തിന് വന്നിരുന്നാൽ പോലെ ഉറക്കമാ. അവന് നാണമുണ്ടോ? ഇല്ല. നമുക്കോ? നമുക്ക് നാണമേ ഉള്ളൂ. മേലെ എൻ്റെ വീട്ടിൽ സൂചന പറയാൻ വന്നെന്ന് പറഞ്ഞപ്പോൾ അവനെ മാർക്കറ്റ് വെച്ച് കണ്ടാൽ പോലും മിണ്ടത്തില്ല. ഉണ്ടോ? അവന് വിശ്രമമുണ്ടോ? ഇല്ല. നമുക്ക് ജോലിയുണ്ടോ? അതാ. അപ്പം നമ്മൾ പഠിക്കേണ്ട ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യമുണ്ട്. ഞാൻ ഭൂതഗ്രസ്തൻ്റെ വിഷയത്തിൽ അതൊക്കെ പറയുന്നു. ഇപ്പം അത് പറയുന്നില്ല. നമുക്ക് ചില ആളെക്കൊരു ചിന്തയുള്ളത്, യേശു പിശാചിൻ്റെ തലയെ തകർത്തു. പണ്ടത്തെ ഉപദേശന്മാർ പറയും പിശാചിൻ്റെ തലയെ തകർത്തു. ഇപ്പോഴും വാലിട്ടാണ് അനക്കുന്നത്. പാമ്പ് ചത്താലും വാല് അനങ്ങും, നിങ്ങൾ പേടിക്കണ്ട. അതൊക്കെ അവരുടെ ആ ഒരു രീതിക്ക് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അവരെ അങ്ങനെ കുറച്ചൊന്നും കാണുന്നില്ല. എന്തെങ്കിലുമൊക്കെ തിയോളജിയുടെ മോഡേൺ തിയോളജിയൊക്കെ വികസിക്കാത്ത കാലഘട്ടത്തിൽ പറഞ്ഞെങ്കിലും അവരുടെ ജീവിതവുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുകയില്ല. അല്ലെ വാല കെട്ടാൻ കൊള്ളുകയല്ല നമ്മൾ. പിശാചിൻ്റെ തലയെ കൊണ്ട് കേട്ടോ. വെളിപ്പാട് 13:1 അപ്പോൾ 10 കൊമ്പ് 7 തലയും. അവന് തലയില്ലേ? നിങ്ങൾക്ക് തലയില്ലേ? അവന് തലയില്ലേ? എത്ര തല? 1 മാറി 7 നമുക്ക് എത്ര തല? 1 തല. അത് എത്ര ഗ്രാം? 1349. അത് വർക്ക് ചെയ്യുന്നവരാര്? ആർക്കറിയാം? നമ്മുടെ 1 തല കൊണ്ട് അവന് ജയിക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്കാം. പെന്തക്കോസ്ത് നിങ്ങൾ നോക്ക്. നമ്മുടെ 1 തല കൊണ്ട് അവന് ജയിക്കാൻ തോന്നുന്നുണ്ടോ? നടക്കുന്ന കേസല്ല. അവനോട് യുദ്ധം ചെയ്യാൻ വചനം പറഞ്ഞിട്ടില്ല. എതിർത്ത് നിൽക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അവൻ ഓടിപ്പോകുന്നു. ശ്രദ്ധിച്ചോളേ. നമ്മുടെ ആൾക്ക് ഒരു പണിയുണ്ട്. പിശാചിനെ ശാസിക്കുന്നൊരു പ്രത്യേക പരിപാടി അല്ലേ? ശാസിക്കുന്നൊരു പ്രത്യേക സ്റ്റൈലിലാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിശാചിന് ഞങ്ങൾ ശാസിക്കുന്നു, ഭത്സിക്കുന്നു, അങ്ങനെയൊന്നും പറയാറില്ല. പറയുമ്പോൾ വയനാടൻ ചുരം കയറുന്ന പോലെ പറഞ്ഞോളാം. ഭത്സിക്കുന്നു ഇങ്ങനെ പറഞ്ഞോളാം. പുറക്കൊക്കെ മാറിയില്ലേ? അങ്ങനെ പറഞ്ഞോളാം. വെപ്പുപോലൊക്കെ തെറിച്ച് പോകുന്ന പോലെ പറഞ്ഞോളാം. അങ്ങനെ പറഞ്ഞോളാം. അങ്ങനെ പറഞ്ഞാലേ ഈ പുള്ളി പോകും. നമ്മുടെ ഒരു ആട്ടിരിക്കും. നമ്മളിങ്ങനെ ആട്ടി തുപ്പിയാൽ പുള്ളി പോകുന്ന. ഇതാരാ പഠിപ്പിച്ചതെന്ന് എനിക്കറിയാൻ മേല. നമ്മൾ തുപ്പിയാൽ പുള്ളി പോകുമോ? സത്യം പറഞ്ഞോട്ട് നോക്കാം. ഇപ്പം പോകാനൊക്കെ തോന്നും. വാച്ചൊക്കെ നോക്കാതും.
പിന്നെ നമ്മൾ തുപ്പിയ പുള്ളി പോവോ? പോകുകയില്ല എന്നുള്ള തെളിവല്ലേ ഇപ്പോഴും തുപ്പിക്കൊണ്ടിരിക്കുന്നേ. രക്ഷിക്കപ്പെട്ട അന്ന് മുതലേ തുപ്പുന്നതാ. ഇതുവരെ തുപ്പിയ തുപ്പല്ല 4.75 കിലോ. ആ പുള്ളി ഇപ്പോഴും ഇവിടെ ഉണ്ട്. ചിലർ മറികടന്നു, അതുക്ക് മീതെ. ചിലർ പറയും നിന്നെ ഈ പഞ്ചായത്തിൽ, ചില ഭാഷ നിന്നെ ഈ കോർപ്പറേഷനിൽ, ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചെന്ന് ആർക്കറിയാം. നിങ്ങൾ ആ സിസ്റ്റർ പറയാണ് വാർഡ് പഞ്ചായത്തൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം, അവരതിൻ്റെ അധികാരിയാണ്. നമ്മൾ വെച്ച് പഞ്ചായത്തിൽ കണ്ടുപോകുന്നൊക്കെ പറഞ്ഞ ഈ നാടാരുടെയാ? സർവ്വലോകവും പുള്ളിയുടെ നാടാ. അതാ പുള്ളി കിടന്ന് വിലസുന്നേ. നമ്മുടെ നാടെവിടാ? നമ്മുടെ നാടെവിടാന്ന് ആർക്കറിയാം? ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ, ഇവിടത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ, ഇവിടത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും, ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും, തുണയാകും യേശുവോടു ചേർന്നാൽ മതി. തുണയാകും യേശുവോടു ചേർന്നാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ എനിക്കെൻ്റെ യേശുവിനെ അപ്പൊ ഇത് നാട് പുള്ളിയുടെയാണ്. ഇവനെ പിടിച്ചു കെട്ടുന്ന ആരാന്നറിയാമോ? യേശുക്രിസ്തുവിനെ വീണ്ടും വരുമ്പോൾ സഹസ്രാബ്ദവാഴ്ച ആരംഭിക്കുന്നതിന് മുൻപ് ഇവനെ പിടിച്ചു കെട്ടി 1000 കൊല്ലത്തേക്ക് ചങ്ങലയിട്ട് പൂട്ടും. അന്നേരമാണ് പുള്ളി ഇവിടുന്ന് പോവുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ആരും മിണ്ടുന്നില്ല. ഞാൻ ചോദിക്കുന്ന, ആ പുള്ളി ഇവിടെ ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു ഇതുള്ളൂ. അല്ലേ? പുള്ളി ഉണ്ട്. ശക്തമായ പ്രതിപക്ഷമില്ലാതെ എങ്ങനെ ഭരണപക്ഷം ഭരിക്കൂന്ന് പറ ആദ്യം. ഇപ്പോൾ ഒരെണ്ണം മിണ്ടുന്നുണ്ടോ? ഇല്ല. പക്ഷേ പിശാച് വന്നിരുന്നാൽ മിണ്ടത്തില്ലയോ? മിണ്ടും. നിങ്ങളൊരു ഇവിടെ വന്നിരുന്നപ്പോൾ വെച്ചു തൊട്ടടുത്തൊരാൾ വന്നിരിക്കുന്നു, അങ്ങനെ ആടുന്നുണ്ട്. വിളിച്ചു, ഇതാരാ? ഇത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വന്നില്ല, അതുകൊണ്ട് ഇതാ ഇന്നലെ പ്രസംഗിച്ചപ്പോൾ ഇതിന് ഭൂതം ഇളകി. കസേരയൊക്കെ എടുത്ത് അടിച്ചു. നമ്മുടെ മറിയാമ്മച്ചേത്തി തലയ്ക്ക് അടികൊണ്ട് ആശുപത്രിയിലാണ്, തൊടുപുഴയിൽ. ആണോ? അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ബാക്കി ഇന്ന് പൊക്കോളും, വരാൻ പറഞ്ഞു, അങ്ങനെ വന്നേക്കണതാ. അപ്പം നിങ്ങൾ അടുത്തിരിക്കുക. ബാക്കി നിങ്ങൾ എങ്ങനെ ഇരിക്കും പറ? യോഗം തീരുന്നത് എങ്ങനെ ഇരിക്കും? സ്വോത്രം സ്വോത്രം സ്വോത്രം. പിന്നെ കാര്യം ഇത് പോകാനല്ല, ഇങ്ങോട്ട് കയറാതിരിക്കാനാ. അപ്പം ആ പുള്ളി ഉണ്ടെങ്കിൽ നമ്മൾ സ്വോത്രം നിർത്താതെ പറയും. യേശു ഉണ്ടായിട്ട് ആര് സ്വോത്രം പറയാൻ? അപ്പം പുള്ളി ഉണ്ടെങ്കിലേ നമുക്കൊരു ചാർജുള്ളൂ. നമ്മൾ പറഞ്ഞാലൊന്നും പുള്ളി പോകത്തില്ല മക്കളെ. പണ്ട് അങ്കമാലിക്കാരെല്ലാം കൂടെ ഞാനൊരു മീറ്റിംഗ് എന്ന് പറഞ്ഞു, നമുക്ക് ഈ പിശാചിൻ്റെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഓടിക്കണമെന്ന്. വർഷങ്ങൾക്ക് മുമ്പായിട്ടോ. ഞാനും പറഞ്ഞു ഞാനും കൂടാം, കാരണം ഞാൻ ആ മുനിസിപ്പാലിറ്റിയിലെ സമാധാനം കിട്ടുന്നേ. നമുക്ക് അത്ര വെളിവും ബോധം വന്നില്ല. അപ്പോൾ അവരെല്ലാം കൂടെ അങ്ങനെ ചവിട്ടി തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ചവിട്ടി പുറത്താകും. ഒറ്റ ചവിട്ടി തൊട്ടടുത്ത് പോയി. തൊട്ടടുത്ത പഞ്ചായത്തിലേക്ക് പോകത്തുള്ളല്ലോ. അത് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കൊരട്ടി ചെല്ലുക. കൊരട്ടി അടുത്ത പഞ്ചായത്താണ്. അപ്പോൾ അവിടെ ഭാഷന്മാർ ഒരു പുതിയ ശുശ്രൂഷ ചെയ്യുക. ഞാൻ പറഞ്ഞു, എന്തുവാ ഇവനെ കൊരട്ടി പഞ്ചായത്ത് നിന്ന് ഓടിക്കണമെന്ന്. അപ്പോഴാണ് ഞാൻ കൺഫ്യൂഷനിലായത്. എന്നുവെച്ചാൽ ഞാൻ ഇവനെ കഴിഞ്ഞ ആഴ്ച അവിടെ നിന്ന് ചവിട്ടി ഇങ്ങോട്ടാ വിട്ടിരിക്കുന്നത്. ഇനി ഈ ആഴ്ച ഇവിടുന്ന് ചവിട്ടുമ്പോൾ എങ്ങോട്ട് തന്നെ വരും? 1100 പഞ്ചായത്തിനും ഭാഷന്മാർ കാലുവെക്കുന്നൊക്കെ ഇവിടെ കയറാൻ ഒക്കത്തില്ലെന്നും പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞ് നമ്മൾ ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോകാതെ. അപ്പം നിങ്ങൾ ഈ പാസ്റ്റ് പിശാചിന് അനുകൂലമാണോ? അല്ല. അപ്പം നാട്ടിൽ നിന്ന് പുള്ളി പോകത്തില്ല. പിന്നെ നിങ്ങളുടെ സമാധാനത്തിന് അടുത്ത ഭാഗം കൂടെ പറയാം. എവിടെ നിന്ന് വരുന്നതാവേ? ദൈവം. അവൻ പറഞ്ഞു, ഞാൻ കാഞ്ഞിരങ്കവലയിൽ നിന്ന് ഇങ്ങനെ കറങ്ങി മേലുകാവും മറ്റവും പിന്നെന്താ ഇലവീഴ പൂച്ചറയൊക്കെ കറങ്ങി വരികയാണെന്ന് പറഞ്ഞു. ഇവൻ ചോദിച്ചു, നീ എൻ്റെ ദാസനായ മോൻസിയുടെ വീട്ടിൽ കയറിയോ? അവിടെ എങ്ങനെ കയറാനാണ്? മുടിയാനായിട്ട് 3 വേലിയല്ലേ കെട്ടി വെച്ചിരിക്കുന്നത്. യഹോവ ഇയ്യോബിനും ബാക്കി വീടിനും
സകലത്തിനും. ആ മുനിസിപ്പാലിറ്റി വീട്ടിൽ കയറി അവിടെ 3 വേലിയല്ലേ കെട്ടി വെച്ചിരിക്കുന്നേ. അല്ല ചോദിച്ചതാ, അവനെ ഒന്ന് വിട്ടുതരാമോ? കൊണ്ടുപോകും. എന്നെ ദൂതാ കിടക്കുന്നേ. മുനിസിപ്പാലിറ്റി കൊണ്ടുപോ. എന്താ കാര്യം? നീ അവനെ കൊണ്ടുപോയാലും നിലത്തെ ഉലയിൽ നീ 7 പ്രാവശ്യം ഉരുക്കിയാലും അവൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് ദൈവത്തിന് ഉറപ്പാ. അതുകൊണ്ട് രോഗം വരുന്നവരെ, പ്രശ്നം വരുന്നവരെ, അതൊക്കെ നിനക്ക് എന്ത് തരണമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടൊന്നും നീ കലപ്പയിൽ നിന്ന് കൈയെടുക്കത്തില്ലെന്ന് ഉറപ്പുള്ളവർക്കാണ് അത് കൊടുക്കുന്നത്. ഇയ്യോബിന്റെ മുദ്രാവാക്യം കേട്ടോ, അവൻ എന്നെ കൊന്നാലും അതാ എന്റെ വീണ്ടെടുപ്പുകാരൻ. ഈ വാക്യമൊക്കെ വരണമെങ്കിൽ അവൻ അവിടെ പോകണ്ടേ? അടുത്തയാള്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, നിന്നെ വിട്ട് ഞങ്ങൾ അവിടെ പോവും. പത്രോസ്. യേശു പറഞ്ഞു, അധികം ഒന്നും പറയണ്ട. എന്നാ അധികം പറയുന്നത്? നിന്നെ പാറ്റേണ്ടതിന് പലവട്ടം എന്നോട് ചോദിച്ചു. നീ ഓരോ പ്രാവശ്യം ഓരോ കുരുത്തക്കേട് കാണിക്കുമ്പോഴും പറഞ്ഞു, ഈ പുള്ളിയും തരാമോ എന്ന്. മോനെ, ഞാൻ നിന്നെ വിട്ടുകൊടുത്തില്ല. ഞാൻ വിട്ടുകൊടുത്ത പിന്നെ കിട്ടുകയില്ല. നിന്നെ അവൻ പാറ്റിയാൽ നീ കളത്തിന് പുറത്തു പോകുമെന്നറിയാം. അതുകൊണ്ട് ഒരു പരീക്ഷണവും വരാത്തവരെ, ഒരു പ്രയാസവും ഇല്ലാത്തവരെ, മിടുക്കരായത് കൊണ്ടല്ല. ഇതൊക്കെ തന്നാ പിന്നെ നീ പുസ്തകം താഴെ വെക്കുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് വിട്ട് കൊടുക്കാത്തവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, വിട്ട് കൊടുത്തവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആരെ വിട്ട് കൊടുക്കണമെന്നും ആരെ കൊടുക്കണമെന്നും അറിയാവുന്ന ദൈവത്തിന് സ്വന്തം. നമുക്ക് ഉൽപ്പത്തിയിലേക്കൊന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. എങ്ങോട്ട് പോകാം? ദൈവമേ, 9:15 ഉപദേശി എങ്ങോട്ട് പോവുക? അതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ പോയിട്ട് ഇപ്പോൾ വരും. അവിടെ വെച്ച് ദൈവം ശാപകരമായ വാക്ക് പറയുകയാണ്. എന്താ വാക്ക്? ആദാമേ, മുഖത്തെ വീർപ്പുണ്ട്, ഉപജീവനം കഴിക്കും. പെങ്കൊച്ച വേദനയോടെ മക്കളെ പ്രസവിക്കും. ഭൂമിയെ മുള്ളും പറക്കാരെയും മുളയ്ക്കും. പാമ്പെ ഉരസ കൊണ്ട് ഗമിച്ച് ഭൂമിയിലെ പൊടി ആഹാരമായിരിക്കും. എല്ലാവർക്കും ശാപകര വാക്കുകൾ. ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ഇടവപ്പാതയ്ക്ക് ഇടിവിട്ട് പെയ്യുന്ന പോലെ ഒരു മിന്നൽ. എന്താ വാക്തത്വം? സ്ത്രീയുടെ സന്തതി. അതാ വാക്തത്വം. ആ വാക്തത്വം ആദാമിന് മനസ്സിലാവും, എനിക്കറിയില്ല. ഭൂമിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് മായയ്ക്ക് കീഴാക്കി കൊടുത്തവൻ്റെ കൽപ്പന പ്രകാരം അതങ്ങനെ അടങ്ങിയിരിക്കുക. കൈയും കണ്ണും കൈക്കോട്ടും എത്താത്തയിടത്ത് മുള്ളും പറക്കാരെ മുളയ്ക്കും. പുല്ലൊക്കെ ഉണ്ടാവും. വളമൊന്നും ഇടണ്ട. നമ്മളെ വളവിട്ടത് എങ്ങനെ മച്ചിങ്ങ പോലും ഉണ്ടാവുന്നില്ല. അതിൻ്റെ വ്യത്യാസം അതാ. ഇതൊക്കെ ദ്രവിച്ചു പോകുന്ന സാധനമാണ്. സ്തോത്രം. അങ്ങനെ പിശാച് നോക്കുകയാണ്. സ്ത്രീയുടെ സന്തതി. എൻ്റെ തല. ഏത് സ്ത്രീയുടെ സന്തതി? ഈ പഠിച്ചോളണം, സമയമില്ല പറയാനായിട്ട്. 4000 കൊല്ലം പഴയുമ്പം ഇവനിങ്ങനെ സ്ത്രീയുടെ പുറകെ നടക്കുക. മര്യാദക്ക് ജീവിക്കുന്ന എല്ലാ കുടുംബത്തിലും ഇവൻ പ്രശ്നമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന പക്വതയുള്ള ഒറ്റ പെണ്ണെങ്കിലും പഴയുമ്പത്തിൽ പ്രസവിച്ചിരുന്നില്ല. അറിയാമോ? ഒക്കെ ഒരു മർമ്മോ. അബ്രഹാമിൻ്റെ ഭാര്യ സാറയ്ക്ക് പിള്ളേരുണ്ടോ? പിന്നെ ഉണ്ടായി. അത് ആദ്യം പിള്ളേരുണ്ടോ? ഇല്ല. ഇസഹാക്കിൻ്റെ ഭാര്യ റിബേക്കയ്ക്ക് പിള്ളേരുണ്ടോ? ഇല്ല. യാക്കോബിൻ്റെ ഭാര്യ, ഇഷ്ടപ്പെട്ട ഭാര്യ ഏതാ? അതിന് പിള്ളേരുണ്ടോ? ഇല്ല. സ്ഥിരമായിട്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഹന്നായ്ക്ക് പിള്ളേരുണ്ടോ? അങ്ങനെ മിണ്ടാത്ത? ഇല്ല. ഒരു കാലത്തും പള്ളി പോകാതെ പള്ളിപ്പെരുന്നാളിന് മാത്രം പോകുന്ന പെണ്ണിൻ്റെക്ക് പിള്ളേരുണ്ടോ? അത് ആണ്ടുതോറും ഫലം കായ്ക്കുക. അഹരോന്റെ കൂറിന്റെ ക്രമപ്രകാരം കൃത്യമായി ധൂപം കാട്ടുന്ന സക്കര്യാവിന്റെ ഭാര്യ എലിസബത്തിനെ കൊച്ചുണ്ടോ? ഇല്ല. എന്നാ കാര്യം? ഈ പാട്ടും പ്രാർത്ഥനയും കണ്ടപ്പം പുള്ളി വിചാരിച്ചു ഇതിനകത്തുകൂടായിരിക്കും എൻ്റെ തലയെടുക്കാൻ വരുന്നവൻ. അങ്ങനെ യുദ്ധതന്ത്രജ്ഞനായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അവന്റെ മുഴുവൻ ഏകാഗ്രതയും ഇവരുടെ പിറകെ വിട്ടേച്ച് യേശു ജനിക്കുന്നതിന് 6 മാസം മുൻപ് എലിസബത്തിന്റെ അകത്ത് വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ അവരെ കൊടുത്തേച്ചും സക്കര്യാവിന്റെ വായം പൂട്ടി ഇവന്റെ വായം പൂട്ടി മിണ്ടാതിരുന്നപ്പം വിചാരിച്ചു ഇവനായിരിക്കും എന്റെ തലയെടുക്കാൻ വരുന്നവൻ. അവന്റെ പിറകെ നടത്തിയിട്ട് കാലഘട്ടത്തിന്റെ യുഗപ്രഭാവ വീരനായ യേശുവിനെ കന്യക മാതാവിൽ കൂടെ ലോകത്തിന് ജന്മം നൽകിയ ദൈവം. എന്നാ മർമ്മമാ. 2.5 കൊല്ലം കഴിഞ്ഞപ്പം കണ്ടുപിടിച്ചു ഒരു മിന്നാട്ടം പോലെ. എല്ലാവരെയും കൊന്നു കളഞ്ഞേക്കാൻ പറഞ്ഞു. കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞു. അവൻ മേലുകാവ് മറ്റേ കാഞ്ചനങ്ങാവിൽ ഉപ്പുംചാക്കിന്റെ പുറത്തിരിക്കുക. യേശു എങ്ങാനും പള്ളിക്കുടത്തിൽ പോകണ്ടോന്ന് അറിയാൻ.
യേശുവിനെ പള്ളിക്കൂടത്തിലും വിട്ടില്ല ദൈവം. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുകൂടെ അല്ലേ? എന്താ കാര്യം? യേശു പള്ളിക്കൂടത്തിൽ പോയാൽ ഒക്കുകയില്ല. അതുകൊണ്ടാണ് അവിടെ ചെല്ലുമ്പോൾ ആദ്യം പറയും ആപ്ലിക്കേഷൻ പോകും പൂരിപ്പിച്ചുകൊണ്ടിരാം. എന്നാ പൂരിപ്പിക്കാനാണ്? മാതാവിൻ്റെ പേര് മറിയ, അപ്പൻ്റെ പേര് സ്വർഗസ്വനായ പിതാവ്. അഡ്മിഷൻ കിട്ടുമോ? നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ? പിന്നെ യോസേപ്പ് എന്ന് എഴുതാൻ പറ്റുമോ? യേശു നുണ എഴുതുമോ? അപ്പം ഈ വികൃതിക്ക് പോണ നേരം കൊണ്ട് പോകാതിരുന്നാൽ പോരെ? അവൻ പോയിട്ടില്ല. അവന് മാതാവില്ല, പിതാവില്ല. അങ്ങനെയുണ്ട് വചനത്തിൽ. ഈ ഭൂമിയിൽ അവന് പിതാവുമില്ല, അവിടെ അമ്മയുമില്ല. അവിടെ അമ്മയും ഉണ്ടാകാൻ സാധ്യതയില്ല. അവിടെ അമ്മ ഉണ്ടാകാൻ സാധ്യതയില്ല. അവിടെ അമ്മ ഉണ്ടാകാൻ സാധ്യതയില്ല. സ്തോത്രം പറയുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കും അവിടെ. ഇനി ഒരു 12-ാമത്തെ വയസ്സിൽ പള്ളിപ്പെരുന്നാളിന് മിന്നായം പോലെ കണ്ടു. പക്ഷേ അനൗൺസ്മെൻറ്റ് മുടങ്ങി. നസ്രത്തിൽ നിന്ന് വരുന്നു. അമ്മ മറിയ, അപ്പൻ യോസേഫ്, തോളറ്റ മുടി, കൊച്ചിനെ കാണാൻ കണ്ടു കിട്ടി. അത് പോയി. അതും തീർന്നു. 30-ാമത്തെ വയസ്സിലെ വരവ് കണ്ടോളൂ. യോഹന്നാനിങ്ങനെ നിൽക്കുമ്പം പിശാച് നോക്കി, ഇവനാണ് എൻ്റെ തലയെടുക്കാൻ വരുന്നവനല്ലേ? അസിസമായി കിടക്കുന്ന മുടി, പുരോഹിത വസ്ത്രത്തിന് പകരം അരയിൽ തോൽവാറ്, വെട്ടുക്കിളി, ഈ മരത്തിൽ നിന്നുണ്ടാകുന്നൊരു ഇനം കായാണ്, അത് തീറ്റ. പ്രസംഗിക്കാൻ വരുന്നവരോട് എന്നാ പറയുന്നത്? സഹോദരി സഹോദരന്മാരെന്നാണോ വിളിക്കുന്നത്? സർപ്പസം. നിങ്ങളെ പറ്റി അങ്ങനെ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ യോത്തിന് വരുമോ? പിന്നെ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. ഭയങ്കര പ്രസംഗം. അപ്പോൾ പുള്ളി വിചാരിച്ചു ഇവനായിരിക്കും എൻ്റെ തലയെടുക്കുന്നത്. അപ്പോൾ യോഹന്നാൻ പറയും, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ എന്നേക്കാൾ വലിയവൻ, വീശുമരം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്ത മുറ്റം വെടിപ്പാക്കും, പതിരിക്കിടാത്ത തീയിലിട്ട് ചുട്ടുകളയും, ഓളുമ്പകൾ. അതാര് ഇവൻ്റെ പിന്നാലെ വരും? നോക്കുമ്പോൾ യേശു വരുന്നു. യേശുവിനെ ഈ പുള്ളി കണ്ടതാ. പക്ഷേ യേശുവാണെന്ന് മനസ്സിലായില്ല. എൻ്റെ ഭാവനയാണ് കേട്ടോ. യേശു ഇങ്ങനെ രാവിലെ ഇങ്ങനെ ഒരു സഞ്ചി കൊണ്ട് പോവും, വൈകുന്നേരം വരും, പിന്നെയും പോവും. അവൻ വിചാരിച്ചു എന്നതാണ് ഈ സഞ്ചി കൊണ്ട് പോണത്? ചിലപ്പോൾ ന്യായപ്രമാണം പഠിക്കാൻ പോണതായിരിക്കുമോ? ഒരു പ്രാവശ്യം എന്താ ചെയ്യും, സഞ്ചി ഈ പിശാചിങ്ങനെ പൊളിച്ചു നോക്കി. എന്തുവാണെന്നറിയാം? ഓ, സമാധാനമായി. 2 വീതുളി, ഒരു 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 പിന്നെന്താ, ഒരു കൊട്ടുപടി, ഒരു മുഴക്കോല്. മനസ്സിലായി ഇവനാരാ? തച്ചൻ. മരപ്പണിക്ക് പോണതാ. ശരിയാണച്ചാ, തച്ചനാണച്ചാ. നിങ്ങൾ പറഞ്ഞ യേശു തച്ചനാണെന്ന്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. 5-6 മീറ്റർ മാത്രം നീളം വരുന്ന മരമുട്ടിയുടെ മുമ്പിൽ കയറിയിരുന്ന സെൻറ്റിമീറ്റർ നീളം വരുന്ന ചിന്തേര് കൊണ്ട് പിടിച്ച് ചിന്തിച്ച് വലിച്ച് മരത്തിൻ്റെ വളവ് മാത്രം നിവർത്തുന്ന മരാശാരി മാത്രമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു. കൂട്ടിക്കുഴച്ച മണ്ണുകൊണ്ട് പണിത മനുഷ്യൻ്റെ മനസ്സിൻ്റെ തകർച്ചകൾ പണിയാൻ കഴിയുന്ന, കരുനിയമങ്ങൾക്കും കാക്കികൾക്കും നിയമങ്ങൾക്കും ഇവിടെ നന്നാക്കാൻ കഴിയാത്ത ക്രിമിനലുകളെ, 218 കേസുള്ള മുഹമ്മദ് ചന്ദ്രനെ, ഫിലിം കോക്കേസ് കൊലപാതക പ്രതികളെ, വെള്ളത്തൂവൽ സ്റ്റീഫനെ, ഞങ്ങളുടെ മത്തായിച്ചായനെ ഒക്കെ മാനസാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവമാണെന്ന് കർത്താവായ യേശു ക്രിസ്തു. ഈ പ്രപഞ്ചത്തിന്റെ പെരുന്തച്ഛനായ ശില്പിയാണെന്ന്, തലമുറകളെ ഉരുക്കി പണിയുവാൻ കഴിയുന്ന ഒരു ഇതിഹാസ പുരുഷനുണ്ടെങ്കിൽ ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ഞങ്ങളൊക്കെ പിടികൊടുക്കാത്ത പുള്ളികളാണെന്ന്. പെന്തക്കോസിനകത്ത് ഓടിക്കേറിയതല്ല, അരക്കൈ നോക്കിയതാ കയറാതിരിക്കാൻ. താൻ്റെ ഉൾക്കൈട്ടോണ്ടിരിക്കുന്നു, കണ്ടോ? അതുകൊണ്ട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, അനുഗമിക്കാൻ കൊള്ളാകുന്ന ഒരുവനുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ പഞ്ചായത്തിനെ പണിയാൻ കഴിയുന്ന, തലമുറകളെ പണിയാൻ കഴിയുന്ന, കേരളത്തെ പണിയാൻ കഴിയുന്ന, നിന്നെ പണിയുകയില്ലെന്ന് പറഞ്ഞ് ഇടിച്ചു പൊളിച്ച പിശാചിന്റെ മേൽഗതികളെ മാറ്റിക്കളഞ്ഞ് നിന്നെ പണിയാൻ കഴിയുന്ന ഒരുവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു. ചാലക്കടവിലേക്ക് വരാം. പിശാച് നോക്കി നോക്കുമ്പോൾ യോഹന്നാൻ പറഞ്ഞു, അപ്പോൾ അത് ശരി, നീയാണല്ലേ ദൈവം. അപ്പം പിശാചിൻ്റെ കൺഫ്യൂഷൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക ഞാൻ. നമ്മളെ തലവേദന എടുപ്പിക്കുന്ന ആളാണ് പിശാച്. പിശാചിനെ തലവേദന എടുപ്പിക്കുന്നവനാണ് ദൈവം. ശ്രദ്ധിച്ചോ? യോഹന്നാൻ വലിയവനാണെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഈ നിൽക്കുന്നവനാണ് വലിയവൻ. അപ്പം അവൻ പറഞ്ഞു, നീയാണ് വലിയവനല്ലേ? അപ്പോൾ യേശു പറയാം, സ്ത്രീകളിൽ ജനിച്ചവരിൽ ഈ നിൽക്കുന്ന പുള്ളിയേക്കാൾ വലിയവൻ ആരുമില്ല. പിശാച് പറയാം, നീ പറഞ്ഞു അവനാ? അവൻ പറഞ്ഞു നീയാ. അപ്പോൾ യോഹന്നാൻ പറയാം, ഞാനങ്ങനെ ഒരുപാട് പേര് സ്നാനപ്പെടുന്നെങ്കിലും നിൻ്റെ കൈ കൊണ്ട് ഞാൻ സ്നാനപ്പെടാം. അപ്പോൾ ആരാ വലിയവൻ? യേശു. അപ്പോൾ യേശു പറയുക, ഇപ്പോൾ സമ്മതിക്കുക, എങ്ങനെ സകലം നീങ്ങുന്നു നമുക്ക്? അപ്പോൾ ആരാ വലിയവൻ? സത്യം പറഞ്ഞാൽ ഒരു തലവേണ്ട ഗുളിക കഴിക്കാൻ തോന്നി പിശാചിന്.
ഞാൻ ദൂത് പറഞ്ഞോട്ടെ, നിന്റെ തലയെടുക്കുമെന്ന് വെല്ലുവിളിച്ചവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കൂടെ അബദ്ധത്തിൽ ഒരു പ്രാവശ്യമല്ല 3 പതിറ്റാണ്ട് യേശു കർത്താവിനെ നടത്താൻ ദൈവത്തിന് കഴിയുമെങ്കിൽ 26-ൽ സഭ ദൂതേറ്റെടുത്തു. നിങ്ങളുടെ തലയെ വെല്ലുവിളിക്കുന്നവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരു നിയോഗം ദൈവസഭയ്ക്ക് ദൈവം നൽകുമെന്ന് പറയുമ്പോൾ അതിനെ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവരെ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കണം. രണ്ടും കൂടെ വെള്ളത്തിലേക്ക് ഇറങ്ങി. അപ്പോഴും സംശയം, ആരാ വലിയവൻ? ക്ലിയറായി. യേശു മുങ്ങി, യോഹന്നാൻ മുക്കി. മുങ്ങിയവൻ വിശ്വാസി, മുക്കിയവൻ പാസ്റ്റർ. അപ്പൊ ആരാ വലിയവൻ? യേശു മുങ്ങി വന്നപ്പം ദൈവത്തിന്റെ ഡിക്ലറേഷൻ അത് പഠിച്ചോളണം. ആരാ വലിയവൻ? ദൈവം പറഞ്ഞ ഭാഗം നോക്കിക്ക്. ഇനി യഹൂദയെ എലയാസർ ജനിപ്പിച്ചു, എലയാസർ മത്താനെ ജനിപ്പിച്ചു, മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേപ്പിനെ ജനിപ്പിച്ചു. അടുത്ത വാക്ക്, അവളിൽ നിന്ന് സ്ത്രീയുടെ സന്തതി വരുന്ന വരവ് കണ്ടോ? അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഇവൻ എലീഹൂദിന്റെ മകനായ, എലയാസന്റെ മകനായ, മത്താന്റെ മകനായ, യാക്കോബിന്റെ മകനായ, യോസേപ്പിന്റെ മകനല്ല, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീ. നമുക്ക് ക്രൂശിലേക്ക് ഒന്ന് അവസാനിപ്പിക്കാം. മക്കളെ, സ്തുതി ചെയ്യും മനമേ എന്ന പഴയ പാട്ടിന്റെ മരണാധികാരിയായിരുന്ന കോരനാം അത് പാടി ആരാധിച്ചിട്ട് വേണം പോവാൻ. കേട്ടോ, സ്തോത്രം. ആരാധിക്കുമ്പോൾ ഇന്ന് അവൻ്റെ കെട്ടങ്ങ് പൊട്ടണം. യേശു കുരിശിൽ മരിച്ചപ്പോൾ പിശാച് ചോദിച്ചു, ഈ പാപി എനിക്കുള്ളതല്ലേ? ദൈവം പറഞ്ഞു, അവൻ പാപിയല്ല, പാപത്തിന്റെ ശമ്പളമാണ് മരണം. അവൻ പാപം ചെയ്തിട്ടില്ല, പാപത്തിൽ ജനിച്ചിട്ടില്ല, പാപം അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ അവൻ മരിച്ചു? പകരക്കാരനായി മരിച്ചു. എന്ത് പകരം? നീ എന്റെ ന്യായപ്രമാണം വെച്ചല്ലേ നേരത്തെ പാപത്തിൽ ആഴ്ത്തുന്നത്. കണ്ണിന് പകരം പല്ലിന് പകരം. അതുകൊണ്ട് നീ മരണം കൊണ്ടാണ് എൻ്റെ ജനത്തെ കീഴടക്കിയതെങ്കിൽ അതേ പ്രമാണം വെച്ച് നിന്നെ ഞാൻ കീഴ്മേൽ മറിക്കുന്നു. മക്കൾ ജഡരക്തങ്ങളു കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളു കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നീക്കി നിന്റെ അടിമ മുഖത്തിൽ കിടന്നവരെ ജീവപര്യന്തം വിടുവിക്കുവാനുള്ള മരണാധികാരത്തിന്റെ കൈമാറ്റം ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. ഇന്നു മുതൽ ഇവനെ വിശ്വസിക്കുന്നവന്റെ മേൽ, ഈ ക്രൂശിനെ വിശ്വസിക്കുന്നവന്റെ മേൽ മരണത്തിന്റെ അധികാരമില്ലെന്ന്, മരണാധികാരം മറച്ചിട്ടെന്ന്, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായ കൈയെടുത്ത് മായ്ച്ച ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കിക്കളഞ്ഞ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയവന്റെ വാക്കാണ് നിവൃത്തിയായി.